ആമേൻ. ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ആമേൻ ചിന്തയ്ക്കായിട്ട് ദൈവം തന്ന ഒരു വചനത്തിലേക്ക് നമുക്ക് വരാം. 1 രാജാക്കന്മാരുടെ പുസ്തകം, 1 രാജാക്കന്മാർ 17-ാം അധ്യായം. 12-ാമത്തെ വാക്യം, അല്ല 11-12. ഒന്ന് രാജാക്കന്മാർ 17, 11, 12. തമിഴ് വായിച്ചാൽ കുറച്ച് കൊള്ളാം. ആഷ്ലിൻ വായിക്കുമോ? 17-ന്റെ 10 മുതൽ വായിക്കും. ആ, 17:10. ആ, കയ്യിലെടുത്തവനാ ബൈബിള്? കയ്യിൽ ബൈബിൾ എടുത്ത് വായിക്കും. കയ്യിൽ ബൈബിൾ. ആ, കുടിக்கிறதுக்கு വായിക്കട്ടെ. ആ, പോതും. നോക്കണേ, ഈ ഭാഗം നമുക്ക് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. ഇത് വായിച്ചു കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഏത് ഭാഗമാണ്? ആ, സാരഫാത്തിലെ വിധവ. അപ്പം ഏലിയാവ് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം എന്താണ്, നാട് വിട്ട് പോകാൻ നാട് വിട്ട് പോകാൻ പോകുകയാണ്. അപ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ ചെന്ന് കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കണം. കാക്ക കൊണ്ടുവരുന്ന അപ്പം നീ കഴിക്കണം, തോട്ടിലെ വെള്ളം നീ കുടിക്കണം. അപ്പോൾ ഇനി നിങ്ങൾ ബൈബിൾ വായിക്കണ്ടേ, എന്നെ നോക്കിയ. നമ്മളോടാണ് ദൈവം ഒരു ദിവസം പറയുകയാണ്, നമ്മൾ ഭയങ്കര ദൈവഭക്തരാണ് അല്ലേ? ഇവിടെ ഏലിയാവാരാ? പ്രവാചകനായിരുന്നു. അപ്പോൾ ദൈവം പറയുന്ന വാക്ക് അതുപോലെ ഭയം കൂടാതെ വിളിച്ച് പറയുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇപ്പം ദൈവം ഏലിയാവിനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? 3.5 വർഷമാണ് ഇവിടെ എന്താണ്, മഞ്ഞും മഴയും പെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ ആലോചന വിളിച്ച് പറഞ്ഞ ആൾ ഏലിയാവ്. അപ്പോൾ ഏലിയാവിനോട് ദൈവം പറയുക, നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം, കെരീത്ത് തോട്ടിനരികെ പോയി ഒളിച്ചിരിക്കണം. ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആരും കാണാതെ ഇരിക്കണം. അങ്ങനെ ദൈവം പറയൂ സിസ്റ്ററെ? ഒളിച്ചിരിക്കാൻ പറയൂ ദൈവം? ദൈവം ആരാ? അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഭക്തനോട് സത്യം വിളിച്ച് പറഞ്ഞിട്ട് ഒളിച്ചിരിക്കാൻ പറയോ? കണ്ടോ, ഇവിടെ ദൈവം പറഞ്ഞു, നീ 3.5 വർഷം കെരീത്ത് തോട്ടിൻ്റെ അവിടെ പോയി ഒളിച്ചിരുന്നോ. നിനക്ക് കിട്ടാൻ പോകുന്നത് കാക്ക കൊണ്ടുവരുന്ന അപ്പവും കെരീത്ത് തോട്ടിലെ വെള്ളവും എന്നാണ് കിട്ടാൻ പോകുന്നത്. അവിടെ അങ്ങ് ഇരുന്നോണം, ആരും നിന്നെ കാണരുത്. ഇവിടെ എല്ലാവരും കൂടെ കൊല്ലാൻ നടക്കുക സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ. ഇപ്പോൾ ഈ ഭക്തൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് പോയി, അപ്പടി അനുസരിച്ചു. ഇപ്പോൾ നമ്മളായിരുന്നെങ്കിൽ ഒരുപാട് ചോദ്യം ചോദിക്കുമായിരുന്നല്ലേ? ഇല്ലേ മോനെ? അല്ല, നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് എന്തെല്ലാം ചോദിക്കുമായിരുന്നു. ദൈവമേ, നീ എന്തോന്നായി പറയുന്നത്? ഒരാൾ പോലും ഇല്ലാതെ ഞാൻ എങ്ങനെ അവിടെ ചെന്നിരിക്കുന്നേ? ഒരാൾ പോലും ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ആ തോട്ടിൻ്റെ അവിടെ പോയി ഒറ്റയ്ക്കിരിക്കുന്നേ? അത് ഒരു ദിവസം ഒരാഴ്ച ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. 3.5 വർഷം നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണോ? വീട്ടിലുള്ളവർ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല. ആർക്കും മീൻസ് 99% പേർക്കും കഴിയില്ല. കഴിയുന്നവരുണ്ട്,
അതുകൊണ്ട് ഞാൻ പറഞ്ഞ, പക്ഷെ 99% പേർക്കും കഴിയില്ല. ഇവിടെ നമ്മൾ ദൈവത്തെ അനേക ചോദ്യം ചോദിച്ച് നമ്മൾ ആ കാര്യം അനുസരിക്കാതിരിക്കാൻ തന്നെ പലപ്പോഴും നോക്കും. കാരണം നമുക്ക് നമ്മളെ വേണ്ടപ്പെട്ടവർ വിട്ടുപിരിയാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ, തോട്ടിലെ വെള്ളവും കുടിക്കണം, കാക്ക കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊരു സാധനം, നമ്മുടെ കയ്യിൽ നിന്നൊരു സാധനം കാക്ക എടുത്തുകൊണ്ട് നമ്മൾ തിരിച്ചെടുക്കുമോ? അത് കൊത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടൂല, നമ്മൾ വലിച്ചെറിയും, വേണ്ടെന്ന് പറയും. പക്ഷെ ഇവിടെ പറയുക, നിനക്കിനി 3.5 വർഷം തിന്നാൻ തരുന്ന ആരാ? ആ കാക്കയാണ്. അപ്പം നമ്മളെങ്കിൽ നിറയെ ചോദ്യം ദൈവത്തോട് ചോദിക്കും. അപ്പോൾ നമ്മളെ വിശ്വാസം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ദൈവം പറയുന്നത് അപ്പാടെ അനുസരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം നമ്മുടെ വിശ്വാസം അത്രത്തോളം വളർന്നില്ല, അല്ലേ? വളർന്നില്ല. അതുകൊണ്ടാണ് അവിടെ ഈ ഭക്തൻ അതനുസരിച്ചു. ഒരു ചോദ്യം തിരിച്ച് ചോദിച്ചില്ല. ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഞാൻ എങ്ങനെ അവിടെ പോയി ഇരിക്കണം, ഒന്നും ചോദിച്ചില്ല. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഞാൻ എന്താ പോകുന്നു, പോയി. അപ്പോൾ ഒരു ദൈവഭക്തരായിട്ട് ജീവിക്കുന്ന, ദൈവം പറയുന്നത് അങ്ങനെ അനുസരിക്കുന്ന അങ്ങനെപ്പെട്ട വ്യക്തികൾക്ക് ചില സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ ഒളിച്ചിരിക്കേണ്ട സമയങ്ങൾ വരും. അർത്ഥം, മൗനമായി ഇരിക്കേണ്ടിയ ചില കാലഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ഈ വീട്ടിനുള്ള ഇന്നത്തെ ദൂത്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, സാധാരണ എനിക്ക് കൂടുതലും പുതിയ നിമിത്തം പ്രസംഗിക്കാനാണ് ഇഷ്ടം. പക്ഷെ എന്താ ദൈവം ഈ ഭാഗം ദൈവാത്മാവ് ഇടപെടുന്നതെന്ന് ചിന്തിക്കായിരുന്നു. എനിക്കറിയത്തില്ല. ഈ മീറ്റിംഗ് തീർന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കും, ഈ വീട്ടിലുള്ളവരെടുത്ത് എന്താണെന്ന് നോക്കണേ. കാരണം നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് കൂടിയപ്പം ഒരു പ്രത്യേക ഒരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. ഇപ്പം കുറേ സമയം നമ്മൾ ആരാധിച്ച് കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്കറിയാം, സിസ്റ്റർ നല്ല ഒരു തമിഴ് ലാംഗ്വേജിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എത്രയും ആ പാട്ടിൻ്റെ വരികളുടെ വാക്കുകൾ പോലും എനിക്ക് അത്ര മനസ്സിലായില്ല. എന്നാലും എനിക്കറിയാവുന്ന പോലെ കുറച്ചൊക്കെ അറിയാമായിരുന്നു, പാടി. പക്ഷേ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഒരു ദൈവിക പ്രവൃത്തി വീട്ടിനകത്ത് ഉണ്ട്, ഈ ദേശത്തിൻ്റെ നടുവിൽ ഉണ്ട്, ഈ കുടുംബത്തിനകത്ത് ഉണ്ട്. മേൻ ഹല്ലേലൂയ. അപ്പോൾ ദൈവഭക്തരായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത്, ആമേൻ, ഈ ദൈവം പറയുന്ന പോലെ ജീവിക്കുന്ന മക്കൾ ഒളിച്ചിരിക്കേണ്ടിയ ചില കാലഘട്ടങ്ങളെ ദൈവം അനുവദിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? ദൈവത്തിന് ഏലിയാവിനോട് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ പറഞ്ഞതല്ലേ നീ പറഞ്ഞത്, എന്താ ഈ ആണ്ടിൽ മഞ്ഞും മഴയും എന്താണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ നീ പറഞ്ഞത്. അപ്പം എന്താണ്, നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ മുന്നിൽ നിൽക്കാം, വാ എന്ന് ദൈവം പറയണ്ടേ? പക്ഷേ ഈ ഭക്തരുടെ ജീവിതത്തിൽ ദൈവം പറയുന്നത് അതുപോലെ ചെയ്യുന്ന മക്കളുടെ ജീവിതത്തിൽ ഒളിച്ചിരിക്കേണ്ടിയ, അല്ലെങ്കിൽ മൗനമായിരിക്കേണ്ടിയ, മാറിയിരിക്കേണ്ടിയ ചില കാലഘട്ടങ്ങളുണ്ട്. ജീസസ്, ഹല്ലേലൂയ, 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 ആമേൻ. അവിടെ സംസാരിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. അവിടെ വേറൊന്നും പ്രവർത്തിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല, അല്ലേ? മൗനമായിട്ട് ഞാൻ പറയുന്ന ഇടത്ത് നീ അങ്ങ് ഇരുന്നോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഇത് പറയുമ്പം നമുക്കറിയത്തില്ല, ഇനി ഈ മൗനമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്താ നടക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. ഇത് അറിയാത്തത് കൊണ്ട് നമുക്കൊരു പെടച്ചിലുണ്ടാകും. അയ്യോ, ഞാനിപ്പോൾ ഒന്നും പ്രവർത്തിക്കണ്ടേ, അയ്യോ ഞാനിപ്പോൾ ഒന്ന് സംസാരിക്കണ്ടേ, അയ്യോ ഞാനിപ്പോൾ എന്ത് ചെയ്യും, അയ്യോ ഞാനിപ്പോൾ എന്ത് ചെയ്യും, ഞാൻ പറയാതിരുന്ന ഇപ്പം എന്താവും, ഞാൻ പ്രവർത്തിക്കാതിരുന്ന ഇപ്പം എന്താവും, ഞാൻ കാര്യത്തിനകത്ത് ഇടപെടാതിരുന്നാൽ ഇപ്പോൾ എന്താകും. ഇങ്ങനെയൊക്കെ നമ്മുടെ അകത്തൊരു കുഴച്ചിലും പെടച്ചിലും നമുക്കുണ്ടാവും. പക്ഷേ നമ്മളോട് പറയുന്ന ദൈവത്തിനറിയാം അടുത്തെന്താ നടക്കാൻ പോകുന്നതെന്ന്. ഹല്ലേലൂയ,
അപ്പം നമ്മളോട് പറയുന്ന ദൈവത്തോട് ആമേൻ നമ്മൾ മറുത്ത് ആമേൻ മത്സരിക്കുകയല്ല വേണ്ടത്. ആമേൻ നമ്മൾ തിരിച്ച് നമ്മൾ പ്രതികരിക്കുകയല്ല വേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ചില കാലഘട്ടങ്ങൾ എന്നോട് ദൈവം എന്താണ് മൗനമായിരിക്കാൻ പറയുന്നു, ഇടപെടാതിരിക്കാൻ പറയുന്നു, ഒതുങ്ങിയിരിക്കാൻ പറയുന്നു. ഹല്ലേലൂയ. ഇനി എന്തിനാണ് ദൈവം അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആശയക്കുഴപ്പത്തിലാകുന്നു, കൺഫ്യൂഷനാകുന്നു, നിറയെ ചോദ്യങ്ങൾ മനസ്സിനകത്ത് കയറി വരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്വയത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കും. നമ്മുടെ സ്വയത്തിൽ നമുക്ക് പല ചിന്തകൾ വന്ന് ദൈവം പറഞ്ഞ ചിന്തയേക്കാളും അപ്പുറം, ദൈവം പറഞ്ഞ വാക്കിനേക്കാൾ അപ്പുറം നമ്മുടെ ചിന്താമണ്ഡലം പ്രവർത്തിക്കാൻ ആരംഭിക്കും. അപ്പം അങ്ങനെ പ്രവർത്തിച്ചാൽ തനി ജഡമാണ്, ജഡം പ്രവർത്തിക്കുകയാണ്. അപ്പം പിന്നെ അവിടെ ഒരു ദൈവിക ഇടപെടൽ ഇല്ല. കാരണം ദൈവം പറഞ്ഞ കാര്യത്തിനകത്തോട്ട് നമ്മൾ വന്നില്ലല്ലോ, ഇല്ലേ? അപ്പം അവിടെ ഒരു ദൈവിക ഇടപെടൽ ഇല്ല. അപ്പം നമ്മൾ പിന്നെ സാത്താൻ്റെ പണിപ്പുരയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ സ്വയം പ്രവർത്തിക്കുക. ഈ സ്വയത്തെ പിശാച് പെട്ടെന്ന് എടുക്കും. പക്ഷെ ഇവിടെ എന്താണ് ഏലിയാവ് ചെയ്തത്? ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞതാ നീ പറഞ്ഞത്, ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല, അത് നടക്കും. പക്ഷേ നിന്നെ ഇപ്പോൾ കൊല്ലാൻ നോക്കുക, എല്ലാവരും കൂടെ പറഞ്ഞ് നിന്നെ എല്ലാവരും കൂടെ കൊല്ലാൻ നോക്കുക. നീ ഇപ്പം മരിക്കാൻ പാടില്ല. നീ ഇപ്പം എവിടെ പോകണം? കെരീത്ത് തോട്ടിൻ്റെ കരയിൽ പോയി ഞാൻ പറയുന്നതനുസരിച്ച് നീ അവിടെ ഇരുന്നോണം. അവിടെ പറയുന്ന പ്രത്യേക ഒരു വാക്കാണ് ഒളിച്ചിരിക്കണം. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, അങ്ങനെ ദൈവം പറയൂ ഒളിച്ചിരിക്കാൻ. ഇപ്പോൾ ഈ പാസ്റ്റർ ഒരു കാര്യം ദൈവം പറഞ്ഞു കൊടുത്ത കാര്യത്തെ പറഞ്ഞു. ദൈവം പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്, അത് സത്യമായിരുന്നു, അത് നടന്നു. ഇപ്പം നടന്നതിൻ്റെ പേരിൽ എല്ലാവരും കൂടെ കൊല്ലാൻ നടക്കുകയാണ്. അത് ഒന്നോ രണ്ടോ പേരല്ല, ഒരു രാജ്യം, പ്രധാനപ്പെട്ട ആൾക്കാർ എല്ലാം കൂടി കൊല്ലാൻ അന്വേഷിക്കുക. ഇപ്പം ദൈവം പറഞ്ഞ സത്യത്തെ പറഞ്ഞത് നിമിത്തം ആയതുകൊണ്ട് ആ ദൈവം തന്നെ വന്ന് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, ഇപ്പോൾ ഇവിടെ എങ്ങും നിൽക്കരുത്, അവിടെ കെരീത്ത് തോട്ടിൻ്റെ കരയിൽ പോയി നീ 3.5 വർഷം ഒളിച്ചിരിക്കാനാണ് പറഞ്ഞു. ആരും നിന്നെ കാണരുത്. ആമേൻ. ഇത് ഭയങ്കര വിരുദ്ധമാണ്. ഇത് വിരുദ്ധമാണ്. ദൈവം നമ്മളെ ആ ജനത്തിൻ്റെ നടുവിൽ പിന്നെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. വിരുദ്ധം. പക്ഷേ നമുക്ക് ചോദ്യം വരും. ഇപ്പം എനിക്ക് മനസ്സിൽ ചോദ്യം വന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യം വരും. എന്താണ്? എന്താ ദൈവം ഇങ്ങനെ പറയുന്നത്? അപ്പം ദൈവത്തിന് കഴിവില്ലേ? എന്നെ ഈ ജനത്തിൻ്റെ മുന്നേ പോയി ഒരു സത്യം പറയാൻ വെച്ചിട്ട് അത് നടന്നു കണ്ടു. പക്ഷേ ഇപ്പം എല്ലാവരും കൊല്ലാൻ നടക്കുമ്പം ഇത് എൻ്റെ മോനാണ് അല്ലെങ്കിൽ എൻ്റെ മോളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മുന്നേ കൊണ്ട് നിർത്തിയിട്ട് ദൈവം ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ലേ? ഇപ്പം ഈ ദൈവം എന്താ പറയുന്നേ? നീ ചെന്ന് ഒളിച്ചിരിക്കും. ജീസസ് ഹല്ലേലൂയ. നീ ചെന്ന് ഒളിച്ചിരിക്കും. വേട് മറക്കരുത്. നീ ചെന്ന് ഒളിച്ചിരിക്കുക. ഒരു ഏലിയാവ് അത് അനുസരിച്ചു. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ, ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ ചില കാലങ്ങൾ ആ വ്യക്തി ദൈവം പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോയാൽ ചില കാലങ്ങൾ പ്രവർത്തിക്കാതിരിക്കാൻ അല്ലെങ്കിൽ മൗനമായിരിക്കാനുള്ള ഒരു കാലഘട്ടം ജീവിതത്തിൽ വരും. അവിടെ എന്തും സംസാരിക്കാനോ റിയാക്ട് ചെയ്യാനുള്ള യാതൊരു അനുവാദവും ദൈവം കൊടുക്കുന്നില്ല. നീ ഇപ്പോൾ ഒതുങ്ങിയിരിക്കുക, നീ ഇപ്പോൾ മിണ്ടാതിരിക്കുക, നീ ഇപ്പോൾ മൗനമായിരിക്കുക. ശരിയല്ലേ? ഇവിടെ കണ്ണടച്ചിരിക്കുന്നത് ശരിയാണോ? മൗനമായി ഇരിക്കുക. പക്ഷെ ഇത് ഇത്തിരി പാടുള്ള കാര്യമാണ്. നമ്മുടെ അകത്തുനിന്ന് ഇങ്ങനെ സ്വയം വരും റിയാക്ട് ചെയ്യാൻ, തിരിച്ച് പ്രതികരിക്കാൻ, അകത്തുനിന്ന് അരച്ച് വരും. പക്ഷെ പറഞ്ഞതാരാ? ദൈവമാണ്. മിണ്ടാതെ പോയി എവിടെ ഇരിക്കും. നിനക്ക് എന്ത് തരും? കാക്കയെ കൊണ്ട് ആഹാരം തരും, തോട്ടിലെ വെള്ളവും കോരി കുടിച്ചോ. വളരെ ചീപ്പായിട്ടാണ് ദൈവം സംസാരിക്കുന്നത്.
ഇല്ലേ? അയ്യോ ഞാൻ എന്ത് ചെയ്യും, ഇറച്ചി കലം ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ഇറക്കി തരും, അത് നീ കഴിച്ചോ? ഇല്ല, ഇത്രയും അങ്ങനെയുള്ള അത്ഭുതമൊക്കെ ദൈവത്തിന് ചെയ്യാൻ കഴിയില്ലേ? കഴിയും. ഇനി അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറത്തി കൊണ്ടുവന്ന് അല്ലേ കാടപക്ഷിയും ദൂതന്മാർ മാത്രം കഴിക്കുന്ന മന്നയൊക്കെ കൊടുത്തതുപോലെ കൊടുക്കാൻ കഴിയത്തില്ലേ? കഴിയും. പക്ഷെ അങ്ങനെയൊന്നും കൊടുത്തില്ല. ഇത് തന്നെ നിനക്ക് തരും, നീ കഴിച്ചോണം. പക്ഷെ അവിടെ പോയി ഈ മനുഷ്യനോട് ഒറ്റയ്ക്കിരിക്കാനാണ് പറഞ്ഞത്. ആമേൻ. ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ശുശ്രൂഷയിൽ അല്ലേ, നമ്മുടെ ആവിക്കുரிய വാഴ്ക്കയിൽ ഇതിലെല്ലാം നമ്മൾ തനിമപ്പെടുന്ന ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. ഒറ്റയ്ക്കാകുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷെ അവിടെ മൗനം പാലിക്കണം അല്ലേ? നമ്മൾ തനിയാവുമ്പോഴാണ് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റാത്തത്. ഒരുപക്ഷെ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കുമ്പം നമുക്ക് അവിടെയൊക്കെ ചിലപ്പോൾ നമ്മൾ മൗനം പാലിച്ചേക്കും. ഒന്നല്ലെങ്കിൽ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പക്ഷെ ഒറ്റയ്ക്കാവുമ്പം നമ്മൾക്ക് മൗനമായിട്ടിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. കാരണം പ്രതിസന്ധി അകത്ത് പ്രതികരിക്കും, സ്വയം വരും അകത്ത്. പക്ഷെ ദൈവം പറയുന്നു, നീ ഒറ്റയ്ക്കാണ് അവിടെ ഇരിക്കാൻ പോകുന്നത്. ആരും ആ വഴിക്ക് നിന്നെ നോക്കാൻ വരത്തില്ല. നീ അവിടെ ഒറ്റയ്ക്കിരിക്കണം. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റയ്ക്ക് അവിടെ ഇരിക്കണം. ആമേൻ, ഹല്ലേലൂയ. പിന്നെ രാത്രി ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ ഹല്ലേലൂയ നമ്മളോട് ഇടപെടുന്നത്, പ്രത്യേകിച്ച് കുടുംബത്തോട് ദൈവം ഇടപെടുന്നത് ആമേൻ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ, ഒറ്റയ്ക്കാകുന്ന സന്ദർഭങ്ങളിൽ ആമേൻ ഹല്ലേലൂയ നമ്മളെ കൂടെ സംസാരിക്കാൻ ദൈവം മാത്രമേ ഉണ്ടായിരിക്കൂ. ഹല്ലേലൂയ. പക്ഷേ ദൈവം സംസാരിച്ചാൽ അതങ്ങനെ തന്നെ. ഹല്ലേലൂയ. ദൈവം സംസാരിച്ചത് അങ്ങനെ തന്നെ, അതിന് യാതൊരു മാറ്റവും ഇല്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ആമേൻ ഹല്ലേലൂയ ആ മനുഷ്യൻ അവിടെ പോയി ദൈവം പറയുന്ന വാക്ക് കേട്ട് ഇരുന്നു. പാവം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം തോട്ടിലെ വെള്ളവും വറ്റി, കാക്കയുടെ വരവ് നിന്നു. വചനം അങ്ങനെ അവിടെ കറക്റ്റായി എഴുതിയിട്ടുണ്ട്. കാക്കയുടെ വരവ് നിന്നു, തോട്ടിൽ വെള്ളവും വറ്റി. ഇനി എന്തോ ഏലിയാവ് കഴിക്കും അല്ലേ? ഇപ്പം നമുക്ക് ശരീരത്തിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് അല്ലേ? ഏലിയാവ് ശുശ്രൂഷക്കാരനായിരുന്നു. അപ്പം ശരീരത്തിൽ ജീവിക്കുമ്പം ഈ ശരീരം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ കഴിക്കണ്ടേ അല്ലേ? യേശു പോലും മനുഷ്യനായിരുന്നപ്പോൾ കഴിച്ച് തന്നെ ജീവിച്ചവിടെ. വേറെ അമാനുഷിക ശക്തിയിലല്ലേ യേശു ജീവിച്ചത്. യേശുവിന് വിശന്നു അല്ലേ? ഉപവാസം ഇരുന്നപ്പോൾ വിശന്നു, കഴിച്ചു. വേണ്ട, ശിഷ്യന്മാരെല്ലാവരും ചേർന്നിരുന്ന് കഴിച്ചു. ജനത്തിന് 3 ദിവസം പ്രസംഗം കേട്ട ജനത്തിന് വിശക്കുമെന്ന് യേശുവിന് സങ്കടം. അപ്പം നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന് സൃഷ്ടിച്ച ദൈവത്തിന് നന്നായിട്ടറിയാം. ആ ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിക്കുമ്പം യേശു പറയുന്നൊരു വാക്കാണ്, ഇപ്പോൾ 3 ദിവസമായി ഈ ജനം എൻ്റെ കൂടെ ഇരിക്കുകയാണ്, അവർ വഴിയിൽ വീണു പോകുന്ന എനിക്ക് പേടിയാണ്, എനിക്ക് വിചാരമായി. കണ്ടോ? എൻ്റെ കർത്താവ് ചിന്തിച്ചാൽ പോരെ, എൻ്റെ കൂടെ 3 ദിവസത്തിന് ഒരു അമാനുഷിക ശക്തിയിൽ അവർ പോകട്ടെ. അങ്ങനെ ചെയ്യാൻ ദൈവത്തിന് കഴിയത്തില്ലേ? കഴിയും. പക്ഷെ ദൈവം ചിലത് അവരെ പഠിപ്പിക്കുന്നു, ചില അതിശയങ്ങൾ കാണാൻ വെക്കുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് മനുഷ്യരായ നമ്മളുടെ കപ്പാസിറ്റി എന്തെന്നറിയാം അല്ലേ? അതുകൊണ്ട് ആ മനുഷ്യൻ തോട്ടിൽ വെള്ളം തീർന്നു, കാക്കയുടെ വരവ് നിന്നപ്പം പുള്ളിക്ക് വിശപ്പായില്ലേ? ദൈവദാസന് വിശപ്പ് കൂടി. ഇനി എന്ത് ചെയ്യണം? അടുത്ത് വന്നു. കാരണം ഞാനെല്ലാം പറഞ്ഞേ, നമ്മൾ ജീവിതത്തിൽ ഒറ്റയ്ക്കാകുന്ന ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് നമ്മൾ അനുസരിക്കുമ്പോഴുള്ള കാര്യമാണ്. അപ്പം നമ്മളിലെ പലരുടെയും ചോദ്യം എന്താണ്? ദൈവമേ, നീ പറഞ്ഞെല്ലാം ഞാൻ കേൾക്കുന്നു, ഇനി ഇതിനപ്പുറം ഞാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പറയണ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു, നീ ആരാധിക്കാൻ പറയും പോലെ ഞാൻ ആരാധിക്കുന്നു അല്ലേ? നീ ഇങ്ങനെ ദൈവനാമത്തിൽ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് ഞാൻ ചെയ്യുന്നു അല്ലേ? ഇന്ന ദിവസം ആരാധനയ്ക്ക് വന്നിരിക്കുന്നു പറയുമ്പോൾ ഞാൻ ഇരിക്കുന്നു. അപ്പം ഇനി എന്താണ് ദൈവമേ ചെയ്യേണ്ടത്? കണ്ടോ? അപ്പം നമുക്കൊരു ചോദ്യം വരും, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നില്ലേ? അപ്പം ഇവിടെ എന്താ പറയുന്നത്? ദൈവം പറയുന്നത് അതുപോലെ ചെയ്യുന്ന മനുഷ്യൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ മനുഷ്യനാണ് എവിടെ ഇരിക്കേണ്ടി വന്നത്? ഒറ്റയ്ക്ക് കെരിത്ത് തോട്ടിൻ്റെ കരയിൽ
ഇരിക്കേണ്ടി വന്നു. ഇപ്പം ആ കെരീത്ത് തോട്ടിൻ്റെ കരയിൽ ഇരിക്കുന്ന മനുഷ്യൻ്റെ ആഹാരം മുട്ടി. ദൈവം ആ വാക്ക് പറഞ്ഞ, ഞാൻ ഈ വഴി മൂലമാ തരാൻ പോകുന്ന, കാക്കയും തോടും ഈ വഴി മുഖാന്തരം നിനക്ക് ചെയ്യാൻ പോകുന്ന. ഇപ്പം ആ മനുഷ്യനോട് ആ കെരീത്ത് തോട്ടിൻ്റെ കരയിൽ സംസാരിക്കാൻ ഇനി വേറൊരാളില്ല. തനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഇന്നൊരാളോട് പോയി ഒരു ആഹാരം ചോദിക്കാൻ കഴിയത്തില്ല. അവിടെ ആളില്ല. ഒളിച്ച് ഒരു മനുഷ്യൻ കാണാൻ പാടില്ല തന്നെ. അപ്പം ആരോടും ചോദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞേ, നമ്മൾ ജീവിത സാഹചര്യങ്ങളിൽ ഇതുപോലെ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പം, ദൈവം പറയുന്ന അനുസരിച്ച് ജീവിക്കുമ്പം നമ്മൾ ഒറ്റയ്ക്കാകുന്ന സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മളോട് സംസാരിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇപ്പം അവിടെ സംസാരിക്കാൻ ഇനി ദൈവം തന്നെ വരണം. ആമേൻ, ഹല്ലേലൂയ. ദൈവം തന്നെ അവിടെ വരണം. അപ്പം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് താൻ അവിടെ പോയതുകൊണ്ട് തനിക്ക് വിശന്നപ്പം ദൈവം തന്നെ അവിടെ വന്നു. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എന്താണ്, ഒരു നിസ്സാര കാര്യമല്ല ഈ വിശപ്പെന്ന് പറയുന്ന സംഭവം. ഇതിനു വേണ്ടിയില്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നേ? ജോലിയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് പ്രിയതേ മക്കളെ? കഴിക്കാനും കുടിക്കാനും നമ്മുടെ പിള്ളേർക്ക് ഇത് കഴിക്കാനും കുടിക്കാനും ഒക്കെ കൊടുക്കാനാണ് അല്ലേ? സമ്പാദിക്കുന്നതൊക്കെ പിന്നത്തെ ലക്ഷ്യങ്ങളാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇത് തന്നെ. അപ്പം ആ മനുഷ്യൻ്റെ അകത്തും ആ കാക്കയുടെ വരവും തോട്ടിലെ വെള്ളമൊക്കെ വരുമ്പോൾ വെള്ളം കുടിക്കണ്ടേ, മുന്നോട്ട് ജീവിക്കണ്ടേ? ഇനി 3.5 വർഷം കഴിഞ്ഞ് ദൈവം എന്തോ ചെയ്യാൻ പോവുക തന്നെ കൊണ്ട്. അപ്പം ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടി താൻ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ദൈവം തന്നെ ഇനി അടുത്ത് എന്തെങ്കിലും കൊടുക്കാനായാലും പറയാനായാലും ആ സ്ഥലത്ത് വരണം. ഒളിച്ചിരിക്കെ താൻ പോയി ഇന്നൊരു മനുഷ്യനെ തന്നെ കാണിക്കാൻ പറ്റത്തില്ല. കണ്ടോ എന്തവസ്ഥയെന്ന്? പക്ഷെ അവിടെ ഇരുന്നു, അവിടെ ദൈവം വന്നു. ആമേൻ. അവിടെ നമ്മുടെ ജീവനുള്ള ദൈവം, വാക്ക് പറഞ്ഞ ദൈവം അവിടെ ഇറങ്ങി വന്നു. മനസ്സിലാവുന്നോ? വാക്ക് പറഞ്ഞ ദൈവം അവിടെ ഇറങ്ങി വന്നു. കള്ളം പറഞ്ഞിട്ട് പോയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞത്, പറയുന്നത് ദൈവമാണെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. മനുഷ്യൻ പറയുന്നതാണോ, മനുഷ്യൻ്റെ സ്വയത്തിൽ നിന്ന് പറയുന്നതാണോ, അയാളുടെ സ്വന്തം ഇഷ്ടം കൊണ്ട് പറയുന്നതാണോ, അയാൾക്ക് തോന്നിയതുപോലെ പറയുന്നതാണോ, അയാൾക്ക് ഒരാളുടെ പുറം കണ്ടപ്പോൾ അങ്ങ് പറയാൻ തോന്നിയതാണോ, അല്ലേ? ഇനി അയാൾക്ക് കുറച്ച് സ്റ്റേറ്റസ് കിട്ടാൻ വേണ്ടി അങ്ങ് പറഞ്ഞതാണോ? ഇല്ല, ജീവനുള്ള ദൈവമാണോ പറഞ്ഞേ? മേൻ, അത് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം. ഹല്ലേലൂയ. എന്നോട് സംസാരിച്ചത് ജീവനുള്ള ദൈവം തന്നെയാണോ? ആമേൻ. അങ്ങനെയെങ്കിൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ഇറങ്ങി വന്ന് നിൽക്കും. കണ്ടോ, ഇപ്പം ഏലിയാവിന് മുന്നേ ദൈവം വന്നു, പറഞ്ഞു, വെള്ളം വെറ്റിയല്ലേ, ആ കാക്കയുടെ വരവ് നിന്നല്ലേ, ഞാൻ നിന്നോട് പറയുന്നു എവിടെ പോകണം, നീ സാരഫാത്തിലോട്ട് പോ. ഇപ്പം ദൈവം പറയുക, നീ കെരീത്ത് തോട്ടിൻ്റെ കരയിൽ നിന്ന് സാരഫാത്തിലേക്ക് പോ. ദൈവം സ്ഥലം പറഞ്ഞു കൊടുക്കുക. അവിടെ പോകുമ്പോൾ ആരെ കാണും? ഒരു വിറക് പിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിധവയെ നീ കാണും. ആ സ്ത്രീയോട് നീ കുടിക്കാൻ ചോദിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞത് ദൈവമാണ്, അത് ഉറപ്പാണ്. അപ്പം ദൈവം പറഞ്ഞതുകൊണ്ട് ആദ്യത്തെ കാര്യത്തിൽ തനിക്ക് ഭയങ്കര വിശ്വാസമായി. ഞാൻ വിശ്വാസത്തിലാണ് തുടങ്ങിയത്. ഇവിടെ തനിക്ക് ഭയങ്കര വിശ്വാസമായി. എന്താണ്? ദൈവം എന്നോട് പറഞ്ഞു, നീ അവിടെ ചെന്ന് ഒളിച്ചിരിക്കുക, ഞാൻ കാക്കയെ വരുത്തും, കെരീത്ത് തോട്ടിൽ വെള്ളം നീ കുടി. കാക്ക വന്നില്ലേ? എല്ലാ ദിവസവും കൊട്ടാരത്തിനകത്തുള്ള അപ്പവും കൊണ്ടാണ്, ഇറച്ചിയും കൊണ്ടാണ് വന്നത്. കാരണം ക്ഷാമവാ, കൊട്ടാരത്തിനകത്തേ എല്ലാം ഉള്ളൂ, വേറെ എങ്ങും ഇല്ല ഒന്നും, എല്ലായിടും ക്ഷാമവാ. അതിൻ്റെ അകത്തുനിന്ന് പോയി ആഹാരം ഏലിയാവിൻ്റെ കയ്യിൽ കൊണ്ടുവരണമെങ്കിൽ കാക്കയ്ക്കേ പറ്റത്തുള്ളൂ. കാക്ക തന്നെ അകത്ത് പോവും എടുത്തുകൊണ്ട് വരാൻ. ആമേൻ, ആമേൻ, ആമേൻ. അല്ലേ? അല്ല, ദൈവം പറയാണ്, അവിടെ നിന്നും കൊണ്ട് ദൈവം പറയാണ്, കൊട്ടാരത്തിലിരിക്കുന്ന അപ്പം അന്തരീക്ഷത്തിലൂടെ ഏലിയാവിൻ്റെ അടുത്ത് വരട്ടെ എന്ന് പറഞ്ഞാൽ വരത്തില്ലേ? വരും. പക്ഷേ അങ്ങനത്തെ ഒരു അടയാളമല്ല അപ്പോഴവിടെ ആവശ്യം. ഹല്ലേലൂയ. ചിലരെ വിശ്വാസം പഠിപ്പിക്കുക ദൈവം അവിടെ. ആമേൻ, ആമേൻ, ആമേൻ. മനസ്സിലായോ? ഞാൻ ഇതുകൊണ്ട് ആദ്യം വിശ്വാസത്തിൽ എനിക്ക് പിടികിട്ടിയത്, ആദ്യം വിശ്വാസത്തിൽ തുടങ്ങിയത് അല്ലേ? വിശ്വാസത്തിൽ ജനിച്ചതുപോലെ ഇരുന്നാൽ ഒരു പ്രയോജനവും ഇല്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിച്ചു, സ്നാനമേറ്റു, അല്ലെങ്കിൽ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അതോടെ നമ്മൾ നിർത്തി. പിന്നെ നമ്മൾ വളരുന്നതിനെ കുറിച്ചൊന്നും
ചിന്തിച്ചില്ല അല്ലേ? നമ്മൾ വളരുക എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം ആദ്യം വളരേണ്ടത്. വിശ്വാസം വളർന്നാലേ ബാക്കി എന്തും വളർത്താൻ സാധിക്കൂ. വിശ്വാസം ഇല്ലാതെ വേറെ കാര്യങ്ങൾ നമ്മൾ വളർത്താൻ നിന്നാൽ വളരത്തില്ല ഒരിക്കലും. ബേസ്മെന്റ് ഇല്ല അല്ലേ? ബേസ്മെന്റ് ഇല്ലാതെ വീട് കെട്ടിയ പോലെ ഇരിക്കും. ഈ വീട് ഇപ്പം ഇരിക്കുന്നത് എവിടെയാണ്? പാറമേലാണ്. ഇവിടെ എല്ലാം വലിയ വലിയ ഉരുണ്ട പാറയായിരുന്നു അല്ലേ? അപ്പം ആ പാറയൊക്കെ വെടിവെച്ച് പൊട്ടിച്ച് ഒക്കെ മാറ്റി അല്ലേ, കുറച്ചൊക്കെ ആക്കിയാണ് ഇവിടെ വീട് വെച്ചിരിക്കുന്നത്. അപ്പം ഈ വീട് എവിടെയാണ് ഇരിക്കുന്നത്? പാറമേലായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതുപോലെ വിശ്വാസം എന്ന അടിസ്ഥാനം, അതിൽ നമ്മൾ വളരാതെ നമ്മൾ മറ്റെന്തൊക്കെയോ വളർത്താൻ വേണ്ടി നടന്നാൽ വളരത്തില്ല. കാരണം എല്ലാത്തിൻ്റെയും ബേസ്മെന്റ് വിശ്വാസമാണ്. അതാ വിശ്വാസത്താൽ തന്നെ എല്ലാം നടക്കുന്നു. വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവമക്കൾക്ക് വിശ്വാസി എന്ന് പേരിട്ടത്, വിശ്വസിക്കുന്നവർ. ഹല്ലേലൂയ. അപ്പൊ ആ പ്രധാന സംഭവം ഇല്ലാതെ വേറെ എന്തൊക്കെയും നമ്മൾ വളർത്താൻ വേണ്ടി നിന്നാൽ വളരത്തില്ല. ഇല്ല സംഭവം അകത്ത് വേരി പോകേണ്ട സാധനം. കണ്ടോ ഇവരുടെയൊക്കെ ജീവിതത്തിൽ കണ്ടോ? ഈ ഏലിയാവിനെ കുറിച്ച് നിരൂപങ്ങളിൽ പറയുന്നത് എന്താണ്? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. നമ്മളെ പോലെ വേറെ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ വിശ്വാസം, അപ്പം അകത്ത് എന്ത് ചെയ്തു? ദൈവം വന്ന് രണ്ടാമത് പറഞ്ഞ കാര്യം താൻ അടിയുറച്ച് വിശ്വസിക്കാൻ കാരണം ഒന്നാമത്തെ കാര്യത്തിലുള്ള തൻ്റെ നടന്ന് കണ്ടതിൻ്റെ തൻ്റെ ആഴമേറിയ വിശ്വാസം നിറവേറിയതായിരുന്നു. ഇപ്പം ഒന്നും കാണാതെയാണ് പോയത്. ദൈവം പറഞ്ഞ വാക്കും കേട്ടോണ്ട് കരുത്ത് തോട്ട് എൻ്റെ കരയിൽ പോകാൻ. അപ്പോഴെന്തെങ്കിലും കണ്ടോ? വിശ്വാസത്താൽ എന്തെങ്കിലും കണ്ടോ? ഇല്ല, ഒന്നും കണ്ടില്ല. പോയി, ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് പോയി. പക്ഷേ ഇപ്പം എന്ത് നടക്കുന്നു? ദൈവം പറഞ്ഞ് നിറവേറി, കരുത്ത് തോട്ടിൽ കാക്കയും വന്നു. പക്ഷെ ഇപ്പം നിന്നു. ഇപ്പം വീണ്ടും ദൈവം വന്ന് പറയണ സാരഫാത്തിലോട്ട് പോകും. അപ്പം അവൻ വിശ്വസിച്ച് വീണ്ടും പോയി. അവിടെ പോയപ്പോൾ ഒരു മുന്നറിയിപ്പുകളും ഇല്ല. എന്താണ്? ഇങ്ങനെ ഒരാളെ കാണുമെന്ന് പറഞ്ഞു, അത്ര തന്നെ. പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ എന്താണ് നടന്നത്? നോ 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 അവിടെ പോയപ്പോൾ എന്താണ് കാര്യങ്ങൾ നടന്നേ? ഒരു സ്ത്രീ വിറക് പറക്കിക്കൊണ്ടേ എനിക്ക് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാൻ പ്രിയതേ മക്കൾ. 17-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. തമിഴിൽ വായിച്ചേ. 1 രാജാക്കന്മാർ 17:9. നിർത്തി വായിക്കാൻ സിസ്റ്റർ. അപ്പം നോക്കണേ, ഇവിടെ നോക്കണേ. ദൈവം ഏലിയാവിനോട് പറയാണ്, അവിടെ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. കൽപ്പിച്ചോ? അതാണ് എനിക്കും അറിയേണ്ടത്. കൽപ്പിച്ചോ ദൈവം? വിധവയ്ക്ക് ഏലിയാവിനെ അറിയാമോ? ഏലിയാവിന് വിധവയെ അറിയാമോ? ദൈവം വിധവയോട് കൽപ്പിച്ചതായിട്ട് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ഇവിടെ ദൈവം പറയാണ്, നിന്നെ പുലർത്തേണ്ടതിന്, നിന്നെ പോഷിപ്പിക്കേണ്ടതിന്, നിന്നെ ജീവിപ്പിക്കേണ്ടതിന് ഞാൻ അവിടെ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ ആമേൻ ആമേൻ. ഇവിടെയാണ് ഞാനൊരു വിശ്വാസം നിങ്ങൾക്ക് ആമേൻ തെളിയിപ്പിച്ച് കൊണ്ടുവരാം. അപ്പോൾ പെട്ടെന്ന് കുറച്ച് മനസ്സിലാവും. ആമേൻ ഹല്ലേലൂയ. നല്ല പ്രാർത്ഥനയോടെ ഇരിക്കണേ പ്രിയതേ മക്കളെ. ഇവിടെ ഇന്ന് ഒരു പ്രാർത്ഥന വിഷയമുണ്ട് നമ്മൾക്ക് ഇത് കഴിഞ്ഞിട്ട്. ആ പ്രാർത്ഥനാ വിഷയത്തിൽ പോരാട്ടം നടത്തുന്ന വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, ശക്തികൾ, വിശ്വാസമെന്ന പരിചയം എടുത്ത് നമ്മൾ അടിക്കണം. അതിനെ ഉടയ്ക്കണം. ഹല്ലേലൂയ. ചിന്താമണ്ഡലങ്ങളെ പിടിച്ച് വെച്ചിരിക്കുന്ന ആത്മാക്കളെ എന്ത് ചെയ്യണം? വിശ്വാസമെന്ന പരിചയം എടുക്കണം. കേട്ടോ, നമ്മളെ ചിന്തയിലെ വാൾ കൊണ്ട് കുത്തുന്നത്. അപ്പം നമ്മൾ വാളെടുത്തൊരുവൻ നമ്മളെ വെട്ടാൻ വന്നാൽ നമ്മൾ തിരിച്ചെടുക്കേണ്ടത് എന്താണ്? കേടകം. ഹല്ലേലൂയ. ആ കേടകം എന്താണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്? വിശ്വാസം എന്ന കേടകം. ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ആ ഒരു ദൈവപ്രവൃത്തി. അപ്പം നോക്കണേ, ഇവിടെ വിധവയോട് ദൈവം കൽപ്പിച്ചതായിട്ട് യാതൊരു രേഖകളും ഇല്ല. അപ്പോൾ ദൈവം ഏലിയാവിനോട് പറയാൻ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, നിന്നെ പോഷിപ്പിക്കും, നീ അവിടെ പോയാൽ മാത്രം മതി. ഈ വാക്ക് വിശ്വസിച്ച് എലിയാവ് പോയി.
ഏലിയാവ് അവിടെ പോയപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ റബ്ബർ തോട്ടത്ത് വിറക് പറക്കുന്ന പോലെ അല്ലേ, അങ്ങനെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അവിടെ എന്താണ്, സ്ത്രീ വിറക് പറക്കിക്കൊണ്ടിരിക്കുക. ഏലിയാവിന് പിടികിട്ടി, ദൈവം പറഞ്ഞ ആളിതാ നിൽക്കുകയാണ്. അവിടെ വിധവയാണോ അല്ല ചോദിച്ചോ, വിധവയാണോ, നീ വിധവയാണോ വല്ലതും ചോദിക്കേണ്ടി വന്നോ? ഒന്നും വന്നില്ല. ആ വിശ്വാസത്തിൽ അവിടെ വിശ്വാസമാണ് അകത്തില്ല. പോയി പറഞ്ഞു. എന്തു പറഞ്ഞു? അടുത്ത വായന വായിച്ചേ. அப்படியே அவன் எழுந்து சாரிபாத்துக்கு போனான். அந்த பட்டணத்தின் ஒலிப்பு வாசலுக்கு அவன் வந்தபோது அங்கே ஒரு விதவை விறகு பொறுக்கி கொண்டிருந்தாள். அவன் அவளை பார்த்து கூப்பிட்டு, நான் குடிக்கிறதுக்கு கொஞ்சம் தண்ணீர் ஒரு பாத்திரத்தில் எனக்கு கொண்டு வா என்றான். കണ്ടോ, ഇപ്പൊ കറക്റ്റാ ആ വിധവയെ കണ്ടുപിടിച്ചു. ചോദിക്കുകയാണ്, വിധവയെന്ന് ചോദിച്ചൊന്നും അവിടെ ഉണ്ടോ? നീ ഒരു വിധവയാണോ? അങ്ങനെയൊന്നുമില്ല. ദൈവം പറഞ്ഞ അടയാളം, അവിടെ ഒരാൾ വിറക് പറയിക്കൊണ്ട് നിൽക്കും, അത് വിധവ തന്നെ. ദൈവം പറഞ്ഞു, വിശ്വസിച്ചു, അത്രയാണ്. പോയി ചോദിച്ചു, എനിക്കൊരു ഗ്ലാസ് കുറച്ച് വെള്ളം കുടിക്കാൻ എടുത്തുകൊണ്ട് വാ. ഈ സ്ത്രീക്ക് അറിയാമോ, ഇത് ഏലിയാവാണ്, വലിയ പ്രവാചകനാണ്, അവിടെ ക്ഷാമത്തിന് പ്രവചിച്ച ആളാണ്. ഇങ്ങനെയൊക്കെ എങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകില്ല, കൊല്ലാൻ നടക്കുക എല്ലാവരും കൂടെ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ. ഇപ്പം എന്താണ്, സ്ത്രീക്കൊന്നും അറിഞ്ഞൂടാ, വെള്ളം ചോദിച്ചു. ഇയാൾ അത്ഭുതം ചെയ്യുന്ന ആളെന്ന് ഒന്നും അറിയില്ല. അപ്പം വെള്ളം ചോദിച്ചപ്പം, നീ ആരാ, നീ എവിടെ നിന്നാണ് വന്നേ, വളരെ ശ്രദ്ധിക്കുക, നീ ആരാ, നീ എവിടെ നിന്നാണ് വന്നേ എന്നൊക്കെ ഒന്നും ചോദിച്ചില്ല. കേട്ട ഉടനെ അവൾ തിരിഞ്ഞു, വെള്ളം എടുക്കാൻ പോയി അല്ലേ, പോകാൻ വേണ്ടി അങ്ങ് തിരിഞ്ഞു. അർത്ഥം എന്താണ്? ദൈവം നേരത്തെ ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ അവിടെ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൽപ്പന എവിടെയാണ് വന്നത്? ഈ സ്ത്രീയുടെ ഹൃദയത്തിനകത്ത് ദൈവം കൊടുത്തിരുന്നു. ഏലിയാവ് വന്ന് ചോദിക്കുമ്പോൾ യാതൊന്ന് എതിർത്ത് പറയാതെ ആ വാക്ക് അനുസരിച്ച് നീ പോയി കൊടുക്കണമെന്ന് ഒരു മാനുഷിക ശബ്ദത്തിലല്ല, അവളുടെ ഹൃദയത്തിൽ ദൈവം കൽപ്പിച്ചിരുന്നു. കണ്ടോ, കണ്ടോ? ഇപ്പം എനിക്ക് ഇന്നൊരു മുട്ട ആവശ്യമാണ്. ഈ മുട്ടയുടെ കാര്യം പറഞ്ഞ് എനിക്ക് മനസ്സിലാവും, കാരണം ഇവിടെ മുട്ടയുണ്ട്. അപ്പം ഒരു മുട്ട എനിക്കിന്ന് ആവശ്യം. അപ്പം ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. വിശ്വാസം, ഈ വിശ്വാസം ഇപ്പം പറഞ്ഞു. അപ്പം എനിക്ക് ആവശ്യമുണ്ട്, അത് കിട്ടി തന്നെ ആവണം, അതൊരു മരുന്നിനാണ്, അത് കിട്ടി തന്നെ ആകണം. പക്ഷെ കയ്യിലില്ല. ഒത്തിരി പേരെടുത്ത് ചോദിച്ചു, അവിടെ എങ്ങും ഇല്ല. അപ്പം അങ്ങനെ ഭാരപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ആൻറ്റി മുട്ടയും കൊണ്ട് വരുന്നത്. വേറെ ആരടുത്തും ഞാൻ പറഞ്ഞില്ല. എന്താണ്, ഇതൊരു മരുന്നിനാണ്, എനിക്ക് അർജൻറ്റാണ്, ഇല്ലാതെ പോകാൻ പറ്റത്തില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഒരാൾ കൊണ്ടുവരിക, എനിക്ക് ഫ്രീ ആയിട്ട് ഇവർ കൊണ്ടുവരിക. അപ്പോൾ കൊണ്ടുവരുമ്പം എൻ്റെ ഉള്ളത്തിനകത്ത് ആദ്യം വരുന്ന ചിന്ത ഇതാണ്, ദൈവമേ, ഞാൻ ഹൃദയത്തിനകത്ത് വിചാരിച്ചൊരു കാര്യം എൻ്റെ ദൈവം ആ ആനയുടെ ഹൃദയത്തിൽ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ പോയി സംസാരിച്ചു. അതിന് കൊച്ചിന് മുട്ട ആവശ്യമുണ്ട്, കൊണ്ടു കൊടുക്കണം, അങ്ങനെയാണോ പറഞ്ഞു വിട്ടേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അയ്യോ എൻ്റെ കൊച്ചിന് ഒരു മുട്ട ആവശ്യമുണ്ട്, കൊണ്ടു കൊടുക്കണം, അങ്ങനെയൊന്നും പറഞ്ഞില്ല ദൈവം. ആ ആനയുടെ ഹൃദയത്തിനകത്ത് ദൈവം ഇടപെട്ടിരുന്നു, കൽപ്പിച്ചിരുന്നു. ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഇന്ന് പോകുമ്പോൾ സിസ്റ്റർക്ക് ഒരു മുട്ട കൊടുക്കണം. അങ്ങനെ ആ ഹൃദയത്തിൽ ദൈവം കൽപ്പിച്ചിരുന്നു. പക്ഷെ ദൈവം ഏതെങ്കിലും ശബ്ദത്തിൽ വന്ന് പറഞ്ഞോ? കണ്ടോ? അപ്പം എൻ്റെ അകത്ത് വന്ന വിശ്വാസം, ഇപ്പം എന്നെയാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്. ഇപ്പം എൻ്റെ അകത്ത് പെട്ടെന്നൊരു വിശ്വാസം വന്നു, ദൈവമേ, ഞാൻ ഹൃദയത്തിൽ വിചാരിച്ചൊരു കാര്യം എൻ്റെ ദൈവം ആ ആരുടെ ഹൃദയത്തിൽ പോയി സംസാരിച്ചു. ആരും ചോദിക്കാതെയും പറയാതെ എൻ്റെ കയ്യിൽ കൊണ്ടെത്തിച്ചു. ആമേൻ, 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 ആമേനെ, ഹല്ലേലൂയ. കണ്ടോ? അതൊരു വിശ്വാസം അല്ലേ? ഇനി എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു വിശ്വാസം കൂടി ഞാൻ നിങ്ങൾക്ക് പറയാം, കുറച്ചും കൂടെ മനസ്സിലാവാൻ. എല്ലാം മനസ്സിലാവുന്നോ? എന്നാ അമ്മ പിടിച്ച മുന്നേ ഇരുത്തി, നല്ല കാര്യം നോക്കടാ. അപ്പോൾ എന്താണ്, ഇപ്പം ഞങ്ങൾ സഭയിൽ ഉപവാസത്തിലിരുന്നു ഒരു 21 നാൾ. നിങ്ങൾ പലപ്പോഴും ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ചർച്ചിൽ പപ്പ പറയുന്നത്. അപ്പോൾ ഒരു 21 ദിവസം കുറച്ച് പേരായിട്ട് ഉപവാസമായിരുന്നു. പക്ഷെ ഉപവസിക്കുന്ന പരസ്യങ്ങളുടെ വീട്ടിൽ വെച്ച്, പക്ഷെ ഉപവസിക്കുന്ന സമയം ഉപവാസം എല്ലാം തീർന്നു. 21 ദിവസം കഴിഞ്ഞു. 22ാമത്തെ ദിവസം എല്ലാവർക്കും എല്ലാം കഴിക്കാൻ തോന്നുമല്ലോ, യേശുവിനെ പോലെ നമുക്കെല്ലാവർക്കും വിശന്നു.
അപ്പോൾ നമ്മുടെ അകത്ത് ഭയങ്കരമായ ആഗ്രഹങ്ങൾ വരും. നമ്മൾ ഇത്രയും ദിവസം കഴിക്കാതിരുന്നത് കൊണ്ട് അത് കഴിക്കണം ഇത് കഴിക്കണം എന്നൊക്കെ തോന്നും നമുക്ക്. പക്ഷേ നമ്മളെന്താണ്, എല്ലാവർക്കും അറിയാം ഫാസ്റ്റിങ് ഇത്രയും നീണ്ട നാളിക്കും എല്ലാവരും പഴമായിരിക്കും ആദ്യം കഴിക്കുന്നത്, പഴങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു, പപ്പയോട് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു, ഇതെൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ പപ്പ പറഞ്ഞു, അനേക കാര്യം വിശ്വാസത്തിൽ ദൈവം നമുക്ക് ചെയ്തു തന്നു, പക്ഷേ അത് അതിശയിപ്പിക്കുന്ന, അതിൽ വളരെ വ്യത്യാസമായൊരു കാര്യമായത്. ഇപ്പം എന്നോട് പപ്പ പറഞ്ഞു 5 പൈസ പോലും ഇല്ല. കാരണം ഈ 21 ദിവസം നമ്മൾ ദൈവസമൂഹത്തിൽ ഇരുന്നു, പുറത്തുനിന്ന് ആരും പ്രാർത്ഥനയ്ക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മീറ്റിങ്ങിനൊന്നും പുറത്ത് പോയിട്ടില്ല. ഇവിടെ നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല. അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യും, പോരുന്ന് പ്രാർത്ഥിക്കും. ആരെങ്കിലും പൈസ കൊണ്ടുവന്നാൽ നമുക്ക് നോക്കാം എന്നോ. എപ്പോഴായാലും അപ്പം ഇതാണ് നമ്മളടുത്ത് പറയുന്നത്, എന്ത് കാര്യമായാലും ഇല്ലെങ്കിൽ ഇല്ല, അത്ര ഇപ്പം പ്രാർത്ഥിക്കണം. ഞാൻ അപ്പോൾ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പോയി അമ്മച്ചിയുടെ കട്ടിലിൻ്റെ താഴെ മുട്ടുകുത്തി ഒരു പ്രാർത്ഥന അങ്ങ് നടത്തി. അപ്പോൾ എനിക്ക് വന്ന സങ്കടം, ഇതിപ്പോൾ പണം വാങ്ങാത്തതിൻ്റെ സങ്കടമല്ല, പൈസ ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം വന്നു. പക്ഷേ എന്നാലും പൈസയൊന്നും ഇല്ലല്ലോ പപ്പയുടെ കയ്യിൽ, ആ ഒരു വിഷമം. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ദൈവം കാര്യങ്ങൾ നടത്തി തരണം, ഇനി തുടർന്ന് പൈസ ഇല്ല കയ്യിൽ, ഇത് ദൈവം കൊടുക്കണം, പപ്പയ്ക്ക് കൊടുക്കണം, അങ്ങനെ അവരവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് കണ്ണീർ വിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അടുത്ത ദിവസമാണെന്ന് വൈകുന്നേരമാണോന്ന് ഓർമ്മയില്ല, ആന്ധ്രയിൽ നിന്ന് ബീലപ്രിയങ്ക വിളിക്കുന്നു, എൻ്റെ ഫോണിൽ വിളിക്കുന്നു. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അത് ചേച്ചി ഇങ്ങനെ, അവൾ ഇംഗ്ലീഷിൽ സംസാരിച്ചു, ചേച്ചി ഇങ്ങനെ ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇട്ട് തരുമോ, അല്ലെങ്കിൽ പപ്പയുടെ അക്കൗണ്ട് നമ്പർ ഇട്ട് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പപ്പ ആർക്കും അക്കൗണ്ട് നമ്പർ കൊടുക്കാറില്ല ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്ന് ബാങ്ക് അക്കൗണ്ട് ഇല്ല, അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, പപ്പ അങ്ങനെ ആർക്കും അല്ല ചേച്ചി, ഞാൻ ഒരു ദർശനം കണ്ടു, ഞാൻ ചർച്ചിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ചേച്ചി ഇങ്ങനെ ഒരു കട്ടിലിൻ്റെ താഴെ മുട്ടുകുത്തി നിൽക്കുന്ന, ഞാൻ നിങ്ങളോട് വിശ്വാസം പഠിപ്പിക്കുക, മുട്ടുകുത്തി നിൽക്കുന്ന. അപ്പോൾ ചേച്ചി ഇങ്ങനെ ചോദിക്കുന്ന, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, പക്ഷേ ഞങ്ങൾ കുറച്ച് പഴം വേണം, എനിക്ക് കുറച്ച് പഴം വേണം, കുറച്ച് ഫ്രൂട്ട്സ് വേണമെന്ന് ചോദിക്കുന്നു, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, മുട്ടിൽ നിൽക്കുന്നു. ഇത് അവൾ പറഞ്ഞു, ഞാനിത് കണ്ടു, അപ്പം നിങ്ങൾക്ക് അവിടെ ഏതോ പൈസ പ്രശ്നമുണ്ട്, അപ്പോൾ അത് ഞാൻ കുറച്ച് പൈസ അയച്ചു തരാം. അപ്പം എനിക്ക് പിന്നെ അടുത്ത് എന്താണ് അങ്ങോട്ട് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ ദൈവത്തെ നോക്കണേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവം നമ്മൾ ഹൃദയത്തിനകത്ത് ചിന്തിക്കുന്ന ഒരു കൊച്ചു കാര്യം പോലും, ഇത് ഒരു വലിയ കാര്യമൊന്നുമല്ല. ഇത് ഒരു പഴം വാങ്ങിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 100 രൂപ നമ്മുടെ വിശ്വാസികളുടെ ആരടുത്തെങ്കിൽ പോയി നമ്മൾ ചോദിച്ചാലും മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ആ കടയിൽ നിന്ന് കുറച്ച് പഴം വാങ്ങിക്കൊണ്ട് വരാൻ നമ്മൾ പറഞ്ഞാലും മതി. പക്ഷേ കണ്ടോ, നമ്മളുടെ ഒരു ചെറിയ ആവശ്യം പോലും നിറവേറ്റിത്തരാൻ, നമ്മളുടെ ഒരു ആഗ്രഹത്തെ നിറവേറ്റിത്തരാൻ ദൈവം കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഒരാളുടെ ഹൃദയത്തിൽ സംസാരിക്കാൻ പോയി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു, കുഞ്ഞെ, നിന്റെ ഒരു ആവശ്യം നിറവേറ്റാൻ നിന്റെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും കിലോമീറ്ററിൽ അപ്പുറം പോയി സംസാരിച്ച് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ദൈവം ആമേൻ അതിശയം ചെയ്തു. പിന്നെ ഞാനത് പപ്പയോട് പറഞ്ഞപ്പോൾ പപ്പ അക്കൗണ്ട് നമ്പർ തന്നു. ഈ കാരണം പറഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞപ്പം തന്നു, കൊടുത്തു. എനിക്ക് തോന്നുന്നു ഒരു 5000 അങ്ങാണ്ട് ഇട്ട് തന്നു. പക്ഷേ അന്ന് നമ്മൾ അന്ന് പ്രാർത്ഥനയിൽ ഇരുന്നവരൊക്കെ കുറച്ച് ഇതൊക്കെ വാങ്ങി കഴിച്ചു. പക്ഷേ പിന്നീട് അതിൽ ഒരു ബാലൻസ് പൈസ കൊണ്ട് എന്തോ ഒരു ടേബിൾ വാങ്ങിച്ചു, ചർച്ചിന് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ എന്തോ ഒരു ടേബിൾ പോലത്തെ ഒരു സാധനം വാങ്ങിച്ചു. അപ്പം നോക്കണേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവം ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? അവരെടുത്ത് പോയി കൽപ്പിച്ചിരിക്കുന്നു, അല്ലേ? അല്ലെങ്കിൽ ദൈവം അവർക്കൊരു ദർശനത്തിൽ പോയി കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എത്ര നല്ല ദൈവമാണ് നമ്മുടെ ദൈവം, ഇല്ലേ? എത്ര അതിശയങ്ങൾ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന ഇതൊരു ചെറിയ കാര്യമാണെങ്കിലും ഇത് വലിയ വിശ്വാസം പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ കല്യാണത്തിന് വേണ്ടി പ്രചോദനം. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, എത്ര അടുത്തടുത്തുള്ള ആൾക്കാരെ കല്യാണം ആലോചന ചെയ്തെന്നറിയാമോ? പക്ഷേ അവർക്ക് എന്താണ് വേണ്ടിയത്? നമ്മുടെ വണ്ണം നോക്കും, നമ്മുടെ പൊക്കം നോക്കും, നമ്മളെ കളറ് നോക്കും, നമ്മുടെ പൈസ നോക്കും, അല്ലേ? നമ്മൾ പഠിച്ചത് നോക്കും, അല്ലേ? ഇതൊക്കെ നോക്കി കുറേ ആൾക്കാർ എന്ത് ചെയ്യും? നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. ഇതിലേതെങ്കിലും ഒന്ന്
കുഴപ്പത്തിലായിരിക്കും. അപ്പം നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലേ? അപ്പം നമ്മളങ്ങ് വിശ്വാസത്തിൽ അങ്ങ് തളരുന്ന പോലത്തെ ഒരവസരം. പക്ഷേ ഈ ഒരു സംഭവം എൻ്റെ ഉള്ളിനകത്ത് ദൈവം ചെയ്തു തന്നത് തികട്ടി നിന്നു ആ സമയം. അപ്പം ഞാൻ എൻ്റെ കർത്താവിനോട്, കർത്താവെ, കിലോമീറ്ററുകൾക്കപ്പുറം ഈ വാചകം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കിലോമീറ്ററുകൾക്കപ്പുറം എൻ്റെ ഒരു പഴം കഴിക്കാനുള്ള ആഗ്രഹത്തിൽ നിറവേറ്റി തന്ന എൻ്റെ ദൈവത്തിന് ഈ ഭൂലോകത്തിൻ്റെ ഏത് കോണിനകത്ത് എന്നെ വിവാഹം കഴിക്കേണ്ട വ്യക്തി ഇരുന്നാലും എൻ്റെ ദൈവത്തിന് കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ എൻ്റെ ദൈവത്തിന് കിലോമീറ്റർ ഞാൻ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കും, ഭൂലോകത്തിൻ്റെ അറ്റത്ത് എവിടെയായാലും കൊണ്ടുവരാൻ സാധിക്കും. എന്നോട് പലരും ചോദിക്കുക, എന്താണ് ഇപ്പം ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഗിദെയോൻ പാസ്റ്ററിനെ ബഹുമാനിക്കുന്നു അല്ലേ? ഒരാൾ ഈ ഇടയ്ക്ക് എങ്ങോട്ടോ പറഞ്ഞ് ഞാൻ ചുമക്കുന്നെന്ന്. കറക്റ്റാണ്. ആ മനുഷ്യനെ എൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ ഞാൻ പറയും അത് ശരിയാണെന്ന്. അപ്പം ചുമന്ന് തന്നെ കൊണ്ട് നടക്കും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ തിരസ്കരിച്ചവർ അല്ലേ, നമ്മളെ കണ്ണിൻ്റെ ഭംഗിയും നമ്മുടെ ശരീരത്തിൻ്റെ വടിവും ഇതൊന്നും അവരാഗ്രഹിച്ചതുപോലെ ഇല്ലാത്തത് കൊണ്ട് ത്യജിച്ച് കളഞ്ഞ കുറേ പാസ്റ്റർമാരുണ്ട്, കുറേ സ്റ്റേജ് ഷോ നടത്തുന്ന കുറേ പാസ്റ്റർമാരുണ്ട്, നമ്മളെ റിജക്റ്റ് ചെയ്തിട്ട് പോയവർ ഇല്ലേ. അവർ ചോദിച്ച പണം കൊടുക്കാനില്ലാത്തത് കൊണ്ടോ ഇല്ലേ? കൂടുതലും പേരെന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ വടിവാണ് നോക്കുന്നത്. ഇതില്ലാത്തത് കൊണ്ടോ അല്ലേ? കുറച്ച് കുടുംബ മഹിമ ഇല്ലാത്തത് കൊണ്ടൊക്കെ റിജക്റ്റ് ചെയ്തു. പക്ഷെ അവരെല്ലാം ഇത് നോക്കി റിജക്റ്റ് ചെയ്തപ്പോൾ ദൈവം പറഞ്ഞ ഒരു വാക്ക് മാത്രം വിശ്വസിച്ച് യാതൊരു ബാക്ക്ഗ്രൗണ്ടും അന്വേഷിക്കാതെ വന്ന് എന്നെ വിവാഹം കഴിച്ച ആളെ പിന്നെ ഞാൻ ചുമക്കാതെ തറയിലിട്ട് ചവിട്ടണോ? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പം ഞാൻ എന്താണ് കൂടെ ഇരുത്തി പറയുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? അത് അങ്ങനെ തന്നെയാണ്. ഞാൻ ആ മനുഷ്യൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അല്ലേ? ഞാനിത് ഇതിനകത്ത് വന്നതുകൊണ്ട് പറഞ്ഞതാ. അപ്പം നോക്കണേ പ്രിയത, എന്നെ ദൈവം വിശ്വാസത്തിൽ നടത്തിയതാ. എനിക്കറിയത്തില്ല, ഈ വീട്ടിൽ എന്തോ ഒരു വിശ്വാസത്താൽ ഏതോ ഒരു കാര്യം നടക്കേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ എന്താണ് ഒതുങ്ങിയിരിക്കുന്ന ഏതോ കാര്യം. അതെന്തുകൊണ്ടാണെന്ന് ദൈവം നമുക്ക് വരും ദിവസങ്ങളിൽ ദൈവം നമുക്ക് ചെയ്തു തരും. അത് നമുക്ക് വെളിപ്പെടുത്തി കൊണ്ടുവരും. അപ്പം നോക്കണേ, അങ്ങനെ വിശ്വാസത്തിൽ ഒരു ചെറിയ കാര്യം നടത്തി തന്ന ദൈവത്തിന് ഒരു വലിയ കാര്യവും നടത്തിത്തരാൻ ദൈവം ശക്തനാ അല്ലേ? ചെറിയ കാര്യമൊന്നുണ്ടോ ദൈവത്തിന്? വലിയ കാര്യമൊന്നുണ്ടോ നമ്മുടെ ദൈവത്തിന് നമുക്ക് ചെയ്തു തരാൻ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ വഴി നടത്തിയ ദൈവം ജീവനുള്ള ദൈവമാണ്. ഇപ്പം ഇവിടെ ഏലിയാവും, ഇപ്പം ഞാൻ നിങ്ങളോട് എൻ്റെ 2 അനുഭവങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കിതുപോലെ 1000 അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പം ഇവിടെ നോക്കണേ, ഈ ഏലിയാവ് എന്ത് ചെയ്തു? വിധവയെ കണ്ട ഉടനെ, വിധവയോട് വെള്ളം ചോദിച്ച ഉടനെ വിധവ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ നിന്നില്ല, തിരിഞ്ഞങ്ങ് പോയി വെള്ളം എടുക്കാനായിട്ട് റെഡിയായി. അമേൻ, അമേൻ, അമേൻ. അല്ലെങ്കിൽ അവൾക്ക് പറയാമായിരുന്നു, ഞാൻ ഇതൊക്കെ ഒന്ന് പറക്കി തീർന്നിട്ട് എല്ലാം ചെയ്യാം. പക്ഷെ അർത്ഥം ദൈവം നേരത്തെ കൽപ്പിച്ചിരുന്നു. ഹല്ലേലൂയ, ഹൃദയത്തിൽ കൽപ്പിച്ചിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുമല്ലോ. ചിലപ്പോൾ നമ്മൾ ആരും ആശ്രയമില്ലാത്തവരെ പോലെ നമ്മൾ തനിയെ ഇരിക്കുന്ന ചില അനുഭവങ്ങൾ കടന്നു വരും. പക്ഷെ ആ സ്ഥലത്ത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ ദൈവം ഇറങ്ങും. നമുക്ക് വേണ്ടി ആരോട് വേണോ ദൈവം പോയി സംസാരിക്കും. ഏത് രാത്രിയിലും സംസാരിക്കും, ഏത് പകലിലും സംസാരിക്കും, കിലോമീറ്ററുകൾക്ക് അപ്പുറം പോയി സംസാരിക്കും. ഹല്ലേലൂയ, അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ അവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നപ്പോൾ എൻ്റെ വസ്തു ഉണ്ടായിരുന്ന ഒരു 6.25 സെൻറ്റ് മൊത്തം എൻ്റെ സഹോദരന് വിട്ടുകൊടുത്തു. അവർ നല്ല ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ആ ആധാരം എഴുതുന്ന ഓഫീസിൽ വെച്ച് എല്ലാവരും കളിയാക്കി പരിഹസിച്ച്, എൻ്റെ വല്യച്ഛന്മാരൊക്കെ, നീ നിൻ്റെ അമ്മയും തെണ്ടി നടക്കും. പെന്തക്കോസ്തുകാർക്ക് ജാതിയും മതമൊന്നുമില്ല, തെരുവിൽ തെണ്ടി നടക്കും, കിടക്കാൻ സ്ഥലമില്ലാതെ. 2 സെൻറ്റ് മര്യാദയ്ക്ക് എഴുതി വാങ്ങും, നിൻ്റെ പേർക്ക് മര്യാദയ്ക്ക് വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, 2 സെൻറ്റിന് അടിയുണ്ടാക്കാൻ ഞാൻ ആളല്ല. എൻ്റെ കല്യാണത്തിന് മുന്നേ എനിക്ക് വേണ്ട. അവർക്ക് ഞാൻ സന്തോഷത്തോടെ ഞാൻ കൊടുത്തതാണ് ഒപ്പിട്ട്. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം കരുതും. ഞാൻ വിശ്വാസം പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ വല്യച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് 1 രൂപയ്ക്കെന്ന് പറഞ്ഞ് വരത്തില്ല. അതൊരു അഹങ്കാരത്തിൻ്റെ പറച്ചിലല്ലായിരുന്നു. എനിക്കറിയാം എൻ്റെ ദൈവം എനിക്ക്
എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ എന്താണ്? എനിക്ക് കഴിക്കാൻ, കുടിക്കാൻ, ഉടുക്കാൻ, എനിക്ക് കിടക്കാൻ എല്ലാം ദൈവം എനിക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. അത് എൻ്റെ വിശ്വാസമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വല്യച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവം എനിക്ക് ഇതെല്ലാം കരുതിയിരിക്കും. എന്തായാലും വല്യച്ഛൻ്റെ അടുത്ത് ഞാൻ 1 രൂപയ്ക്ക് വരത്തില്ല. ഞാൻ ധൈര്യത്തോടെ പറഞ്ഞിട്ട് വന്നു. പക്ഷേ എൻ്റെ ദൈവം എന്നെ ശുശ്രൂഷ ചെയ്യിപ്പിക്കുമ്പം ദൈവം എന്ത് ചെയ്തു? ഒരു കുടുംബത്തോട് ദൈവം ഇടപെട്ടു. നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് 30 സെൻറ്റ് സ്ഥലമുണ്ട്. നിങ്ങൾ 5 സെൻറ്റ് സ്ഥലം ഇവളെ പേർക്ക് എഴുതി കൊടുക്കും. പക്ഷെ എന്താണ്, നമ്മൾക്ക് 1 സെൻറ്റ് സ്ഥലമില്ലെന്ന് ആ വ്യക്തികൾക്ക് അറിയില്ല. പക്ഷേ കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു? അവർ വന്ന് ചോദിച്ചു അപ്പോൾ എടുത്ത്. അപ്പോൾ അവന് ദൈവം നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ നിങ്ങൾ ചെയ്തു. എൻ്റെ മാത്രം പേർക്ക് അവർ എഴുതി തന്നു. ഞാൻ എന്തുകൊണ്ട് ഈ വിശ്വാസം പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ്, കർത്താവിൻ്റെ നാമത്തിൽ, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞേ, നമ്മൾ ഇറങ്ങിയാൽ ക്രിസ്തുവിൻ്റെ ഇഷ്ടം ചെയ്യാൻ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ നമ്മൾക്ക് എന്താണോ നമുക്ക് ഇല്ല എന്ന് ജാതികൾ നമ്മളെ നോക്കി പരിഹസിക്കുമെന്ന് വെല്ലുവിളിക്കുന്നത് അവിടെ നമുക്ക് വേണ്ടി പോയി സംസാരിച്ച് ചെയ്തു തരാൻ നമ്മുടെ ദൈവശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് വരെ എൻ്റെ ദൈവം എനിക്ക് കഴിക്കുന്നതിൽ ഒരു കുറവ് വെച്ചിട്ടില്ല, കുടിക്കുന്നതിലും ഉടുക്കുന്നതിലും കിടക്കുന്നതിലും ഒരു കുറവും വെച്ചിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്താ പറഞ്ഞേ? ആമേൻ. നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കുന്നു വിചാരപ്പെടണ്ട. ആമേൻ. ഇതെല്ലാം ജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് ആമേൻ ജഡത്തിൽ ജനിച്ചൊരു അപ്പനില്ല. ആമേൻ. എൻ്റെ അപ്പൻ എൻ്റെ പിതാവാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്നതേ എനിക്ക് അപ്പനില്ലാത്തതുകൊണ്ടാണ്. യേശു എൻ്റെ അപ്പനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നത്. പക്ഷേ അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി എല്ലാം കരുതും. ഹല്ലേലൂയ, ആമേൻ. ദൈവം കരുതിയില്ലേ? ആമേൻ. ദൈവം കരുതിയില്ലേ? ഹല്ലേലൂയ. എനിക്ക് നല്ല ഉറപ്പുണ്ടായി. എൻ്റെ വിവാഹം ലേറ്റായപ്പോൾ എൻ്റെ ചുറ്റുപാടും അനേകർ എൻ്റെ മാതാവിനോട് പറയും, 30 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ കൊച്ചുണ്ടാകത്തില്ല. 30 വയസ്സ് പെട്ടെന്ന് കെട്ടിച്ചു കൊടുക്കുക. ആരെങ്കിലും ഏവനെങ്കിലും നോക്കിയൊന്ന് കെട്ടിച്ചു കൊടുക്ക്. 30 വയസ്സ് കഴിഞ്ഞാൽ കൊച്ചുണ്ടാകത്തില്ല. ഹല്ലേലൂയ. 39 വയസ്സായപ്പോൾ ദൈവം എനിക്ക് കുഞ്ഞു തന്നു. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ദൈവം, ആമേൻ, ഹല്ലേലൂയ, കൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ. ഹല്ലേലൂയ, അങ്ങനെ തന്നെ അവൻ കൽപ്പിച്ചിരിക്കും. ഹല്ലേലൂയ, അവൻ കൽപ്പിച്ചിരിക്കും. ഇവിടെ പറയുന്നുണ്ടോ, ഞാൻ വിധവയോട് കൽപ്പിച്ചു. അതേപോലെ തന്നെ ആമേൻ അവൾ എന്ത് ചെയ്തു? ചോദിച്ചതും തിരിച്ചൊരു ക്വസ്റ്റ്യൻ ഇല്ല, എടുക്കാൻ പോയി. അപ്പം അടുത്തൊരു ചോദ്യം ഏലിയാവ് ചോദിച്ചു. എന്താണ്? ഒരടയും കൂടെ കൊണ്ടുവരണം. വിശപ്പാണ്, ഒരടയും കൂടെ കൊണ്ടുവരണം. അപ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങി. അവൾ എന്ത് പറഞ്ഞു? ഞങ്ങളുടെ വീട്ടിൽ ഒരല്പം മാവും കുറച്ച് എണ്ണയേ ഉള്ളൂ. ഇനി ഞാൻ എന്താണ് ഈ വിറക് പറക്കുക, അപ്പം ഉണ്ടാക്കി എൻ്റെ കൊച്ചിനും കൊടുത്തിട്ട് മരിക്കാൻ പോകുകയാണ്. കാരണം അപ്പം ഉണ്ടാക്കി കൊച്ചിനും കൊടുത്തിട്ട് മരിക്കുന്ന എന്തിനാ? കാരണം അടുത്തില്ല. ഇനി ഈ അപ്പം തിന്നിട്ട് അടുത്ത് വിശപ്പ് തുടങ്ങുമ്പം പിന്നെ ഉണ്ടാക്കാൻ ഒന്നുമില്ല. അപ്പം ഇനി മരിച്ചല്ലേ പറ്റുള്ളൂ. മരിക്കാൻ പോവുക ഞങ്ങൾ. ഈ ഒരട എൻ്റെ കൊച്ചിന് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. കൊടുത്തിട്ട് പിന്നെ ഇനി ഒന്നുമില്ല ഞങ്ങൾക്ക് വീട്ടിൽ. മരിക്കാൻ പോവുക ഞങ്ങൾ. കാരണം ഇനി തിന്നാതെ നമ്മൾ പട്ടിണി കിടന്ന് ക്ഷാമത്ത് നമ്മൾ മരിക്കും. കണ്ടോ, ഉള്ള അവസ്ഥ അങ്ങ് തുറന്ന് പറഞ്ഞു. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, എന്താണ്, നീ ആദ്യം പോയി എനിക്കൊരു അട ഉണ്ടാക്കിക്കൊണ്ട് വാ. ഹല്ലേലൂയ. പക്ഷെ നമ്മളെങ്ങാനും ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കൊച്ചിനും കൊടുക്കാതെ അല്ലേ, നമുക്ക് ചിന്ത വരൂലേ, എൻ്റെ കൊച്ചിനും ഒരു അട കൊടുത്ത് മരിക്കാനും പോവുകയാണ്. ഞാൻ അവസാന നിമിഷമെങ്കിലും ഒരല്പം കൊച്ചിന് കൊടുത്തിട്ട് അങ്ങ് മരിക്കുക. ഇപ്പം എനിക്കൊരു പരിചയമില്ലാത്ത ഇയാൾ വന്ന് എൻ്റെ അടുത്ത് അപ്പവും അടയും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചിന്തിക്കും. പക്ഷെ ആ സ്ത്രീ ഒന്നും ചിന്തിച്ചില്ല. അർത്ഥം ദൈവം അവളോട് കൽപ്പിച്ചിരുന്നു. അവൾക്ക് മരത്തിന് ഒന്നും ചെയ്യാൻ പറ്റൂല. ദൈവം ഉള്ളത്തിൽ ഇടപെട്ടിരുന്നു. മനസ്സ് മാറ്റാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, ഒരു ദൈവഭക്തന് വേണ്ടി ദൈവം തന്നെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവം അയച്ചുവിടുന്ന വഴി കണ്ടോ. പക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്താണ്? വാനത്തിൽ നിന്ന് ഇറക്കി ഇഞ്ഞു വിടണം എല്ലാ കാര്യവും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പം ഇപ്പം തന്നെ വാനത്തിൽ നിന്ന് വന്ന കാര്യങ്ങളൊക്കെ നടക്കണം. പക്ഷെ ഇതാണ് വിശ്വാസത്തിൽ നമ്മൾ തകർന്നു പോകുന്നത്.
പക്ഷെ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയത്തില്ലേ? കഴിയും. എന്താണ്? വാനത്തിൽ തന്നെയാണ് മന്ന അയച്ചു കൊടുത്തത്. ദൈവത്തിനത് കഴിയും. പക്ഷേ ദൈവം വിശ്വാസം പഠിപ്പിക്കുന്ന വിധം വേറെ വേറെയാ. ദൈവം വിശ്വാസം പഠിപ്പിക്കുന്ന മെത്തേഡ് വേറെയാ. ഹല്ലേലൂയ. ഇവിടെ ആഴമേറിയ ഒരു വിശ്വാസം പഠിപ്പിക്കുക. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം എന്ത് ചെയ്തു? അവൾ എന്ത് ചെയ്തു? ഒന്നും മിണ്ടിയില്ല. പോയി അടയും എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ദൈവദാസന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. ദൈവം പറഞ്ഞു, ക്ഷാമകാലം തീരുന്നത് വരെ നിനക്ക് കഴിക്കാനുള്ള മാവും എണ്ണയും ഈ കലത്തിൽ നിന്ന് കുറഞ്ഞു പോകത്തേയില്ല. അല്ല, നമ്മൾ പാടുന്ന മലയാളത്തിലൊരു പാട്ടുണ്ട്, കലത്തിലെ മാവ് ലേശം കുറയുന്നില്ലേ, എൻ്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിടുമേ, എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. കണ്ട, കലത്തിലെ മാവ് കുറഞ്ഞു പോയില്ല, തുരുത്തിയിലെ എണ്ണയും കുറഞ്ഞു പോയില്ല. ക്ഷാമം തീരുന്നവരെയും പെരുകിക്കൊണ്ടേയിരുന്നു. അത് ചെറിയൊരു അതിശയം എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ഇതൊരു കലമാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഉള്ള മാവ് എത്രയാണ്? ഒരു ദോശ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദോശ ഉണ്ടാക്കേണ്ട മാവേ ഉള്ളൂ. ഇപ്പം ആ മാവിനെ എടുത്ത് ഏലിയാവിന് അവൾ ഉണ്ടാക്കി കൊടുത്തു. അവക്കുമില്ല, കൊച്ചിനും ഇല്ല, ഒന്നുമില്ല, ആർക്കുമില്ല, കാല് ശൂന്യം. ഇപ്പം ഏലിയാവ് ദൈവം പറഞ്ഞ വാക്ക് മുഖാന്തരം ഏലിയാവിൻ്റെ വായിൽ നിന്ന് ആ വാക്ക് പുറപ്പെട്ടപ്പോൾ ഇപ്പം അവർക്ക് പറഞ്ഞു, ഇനി നിനക്കുള്ള മോനുള്ളത് ഉണ്ടാക്കി കഴിക്ക്. ഇങ്ങൊന്ന് ചിന്തിച്ചു നോക്കിയേ പ്രിയതേ മക്കളെ, വിരുദ്ധമില്ലേ അതൊക്കെ? അവിടെ ഇരുന്ന് ഒരു വാട ഉണ്ടാക്കണം മാവേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ കണ്ണുകുരുടിയൊന്നും അല്ലല്ലോ, അത്രയും ഉണ്ടെന്നാ പറഞ്ഞ് അത്രയും എടുത്ത് ഉണ്ടാക്കി കൊടുത്തു. ഇപ്പം കലം കാലി. ഇപ്പോ ഏലിയാവ് പറയാണ്, ഇനി നിനക്ക് നിന്റെ മോനെ ഉണ്ടാക്കി തിന്നെ. നമ്മളെങ്ങാനായിരുന്നെങ്കിൽ ഇയാൾക്ക് നല്ല സുഖമില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞു ഒരട ഉണ്ടാക്കാൻ, എനിക്കത്ത് ഉണ്ടാക്കി തന്നില്ലേ? ഇനി എനിക്കും കൊച്ചിന് ഇനി ഒന്നും ഇല്ല അവിടെ. പക്ഷെ അവിടെ അങ്ങനെ പറഞ്ഞതായിട്ടൊന്നും പറയുന്നില്ല. അർത്ഥം ആ മാവിൻ്റെ ആ കലത്തിനകത്തുനിന്ന് മാവ് പൊങ്ങി വന്നു. ഹല്ലേലൂയ. മാവ് വന്നു, അവളും ആ കൊച്ചും കഴിച്ചു. അടുത്ത ദിവസം അവർക്ക് കഴിക്കാനുള്ള മാവ് വന്നു, അടുത്ത ദിവസം കഴിക്കേണ്ട മാവ് വന്നു, അടുത്ത ദിവസമുള്ള എണ്ണ വന്നു. കണ്ടോ? അങ്ങനെ എന്ത് ചെയ്തു? ക്ഷാമം തീരുന്നവരേ അവർ ജീവിച്ചു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവഭക്തന്റെ വിശ്വാസം ദൈവം വർദ്ധിപ്പിച്ചു. മരിക്കാനിരുന്ന 2 ജീവനെ ദൈവം രക്ഷിച്ചു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവഭക്തരാണെങ്കിൽ, ദൈവത്തിൻ്റെ വാക്കനുസരിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കാണാൻ കഴിയുന്നില്ലെങ്കിലും, നമ്മൾ ഒറ്റയ്ക്കാകുന്നെങ്കിൽ, നമ്മളെ എല്ലാവരും തിരസ്കരിക്കുന്നെങ്കിൽ, നമ്മൾ മാറിയിരിക്കേണ്ടി വരുന്നെങ്കിൽ, നമ്മൾ മിണ്ടാതിരിക്കേണ്ടി വരുന്നെങ്കിൽ, നമ്മൾ മൗനമായിരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, ആമേൻ, നമ്മൾ ചിന്തിച്ചു കൊള്ളുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഇരിക്കുന്ന ഇടത്ത് ആമേൻ നമുക്ക് വേണ്ടി ദൈവം സംസാരിക്കാൻ വരും. ആമേൻ. ആ ഇടത്ത് ആമേൻ മറ്റൊരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ ആമേൻ, ഹല്ലേലൂയ. കലത്തിലെ മാവ് കുറയാതെ, തുരുത്തിയിലെ എണ്ണ വറ്റിപ്പോകാതെ, ആമേൻ, ഹല്ലേലൂയ, ദൈവം ആമേൻ ആമേൻ അത് നിറച്ചുകൊണ്ടേയിരുന്നു. ആമേൻ. ഏലിയാവിനെ ദൈവം വിശ്വാസം പഠിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ ദാസനായിരുന്നു. ആമേൻ. തന്നെ വിശ്വാസം പഠിപ്പിച്ചത് എന്തിനായിരുന്നു? താൻ 3.5 വർഷം കെരീത്ത് തോട്ടിൽ ഒറ്റക്കിരിക്കേണ്ടി വന്നത് എന്തിനായിരുന്നു? മരിക്കുന്നവരെ അവൻ മരണത്തെ തടയാനായിരുന്നു. മരിക്കുന്നവരുടെ മരണത്തെ തടയാനായിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ ആമേൻ, ഞാനും നിങ്ങളും ആമേൻ, ഹല്ലേലൂയ, ദൈവം മൗനമായിരിക്കാൻ പറയുന്ന സ്ഥലത്ത് ആമേൻ നമ്മൾ മൗനമായിരുന്നാൽ ആമേൻ ദൈവം നമുക്ക് വേണ്ടി ആമേൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ചിലപ്പോൾ മറ്റൊരു വ്യക്തി അത് അറിയത്തില്ല. ആമേൻ. ദൈവം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ദൈവം നമ്മളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടേയിരിക്കുക.
ആമേൻ നമുക്ക് ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ വേറൊരു വ്യക്തിക്ക് അത് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ആമേൻ ഹല്ലേലൂയ ആ 3.5 വർഷത്തെ ഒറ്റക്കിരിപ്പ് ആമേൻ ഹല്ലേലൂയ ആമേൻ സാരഭാത്തിലെ ആമേൻ ഹല്ലേലൂയ ആമേൻ വിധവമാരെ പോലെ ആമേൻ ഹല്ലേലൂയ ഭർത്താവ് നഷ്ടപ്പെട്ടവരായി ആമേൻ ഹല്ലേലൂയ സഹായിക്കാൻ ആരുമില്ലാത്തവരായി ഒറ്റപ്പെട്ടവരായി ആമേൻ ഹല്ലേലൂയ മരിക്കാൻ തീരുമാനമെടുത്ത് ആമേൻ ഹല്ലേലൂയ ഇനി എനിക്ക് മരിച്ചാ മതി, ആമേൻ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ വേറെ സാധ്യതകൾ ഒന്നുമില്ലെന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിലേക്ക് അവരെ മരണത്തിൽ നിന്ന് ആമേൻ വിടുവിച്ച് പുറത്തെടുക്കാനാ ആമേൻ ഹല്ലേലൂയ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഒറ്റയ്ക്കാകുന്നത്. ആമേൻ ചില സന്ദർഭങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കേണ്ടി വരുന്നത്, ചില സ്ഥലത്ത് നമ്മൾ മൗനമായിരിക്കേണ്ടി വരുന്നത്. ആമേൻ ദൈവം നമ്മളെ വിശ്വാസം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ ഏലിയാവിന്റെ ജീവിതത്തിൽ അത്ര വലിയ വിശ്വാസത്തെ ദൈവം പഠിപ്പിച്ചെടുത്തു. കണ്ടോ ആമേൻ ഹല്ലേലൂയ. ഇപ്പോൾ ആമേൻ അന്ന് ദൈവത്തോട് ഏലിയാവ് ചോദ്യം ചോദിച്ചിരുന്നെങ്കിലോ, ഹല്ലേലൂയ ചോദ്യം ചോദിച്ചിരുന്നെങ്കിലോ, എന്താ ദൈവമേ എന്നെ ഇങ്ങനെ കഷ്ടപ്പാടി കൂടെ വിടുന്നേ? കൊട്ടാരത്തിൽ നിന്ന് ഡയറക്റ്റ് ഒരു അപ്പം എടുത്തു തരാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ലേ? മഞ്ഞും മഴയും നിർത്തിയ ദൈവത്തിന് എനിക്കൊരു അപ്പം എടുത്തു തരാൻ കഴിയത്തില്ലേ? പിന്നെ എന്നെ എന്തിനാണ് ഇങ്ങനെ 3.5 വർഷവും ഒരു മനുഷ്യന്റെ മുഖം പോലും കാണാതെ എന്നെ തോട്ടിരകത്തേക്ക് പറഞ്ഞു വിടുന്നത്? പക്ഷേ അങ്ങനെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ ആമേൻ ഹല്ലേലൂയ ഈ മനുഷ്യൻ ദൈവത്തെ അനുസരിച്ച് ആ വാക്കിൻ പ്രകാരം പുറപ്പെട്ടത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ ആ മനുഷ്യന്റെ ആമേൻ അകത്ത് വർദ്ധിച്ച വിശ്വാസം. ഹല്ലേലൂയ ആമേൻ അകത്ത് താൻ ഒറ്റക്കിരുന്നപ്പോൾ ദൈവം സംസാരിച്ച വാക്കുകൾ, ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ, ആമേൻ ഇതെല്ലാം മരണത്തിൽ കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ ദിവശേരമനരഗദന. ഹല്ലേലൂയ 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 ആമേൻ. ഇന്ന് രാത്രികാലം ആമേൻ ഈ പ്രിയ കുടുംബത്തോട് ആമേൻ കൂടി വന്ന് നമ്മൾ ഓരോരുത്തരോടും ആമേൻ ദൈവ വേലക്കാരായ നമ്മൾ ഓരോരുത്തരോട് ആമേൻ ഹല്ലേലൂയ നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയുക ആമേൻ ഹല്ലേലൂയ. ചിലപ്പോൾ ആമേൻ എനിക്കൊരു ചോദ്യം വരാറുണ്ട്, ആമേൻ ഞാൻ എന്തുകൊണ്ട് ഒറ്റയ്ക്കാകുന്നു? ഹല്ലേലൂയ ഞാൻ എന്തുകൊണ്ട് കൈവിടപ്പെട്ടു പോകുന്നു? ഞാൻ എന്തുകൊണ്ട് തിരസ്കരിക്കപ്പെടുന്നു? എന്തുകൊണ്ട് മറ്റുള്ളവരെന്നെ മാനിക്കുന്നില്ല? എന്തുകൊണ്ട് മറ്റുള്ളവരെന്നെ കൂട്ടത്തിൽ ചേർക്കുന്നില്ല? എന്തുകൊണ്ട് എന്നെ മാറ്റി വെക്കുന്നു? ദൈവമേ ഇതെല്ലാം എന്നെ പറഞ്ഞിട്ടും എനിക്കൊരു വാക്കുപോലും പ്രവർത്തിക്കാൻ കഴിയാതെ ഞാൻ മൗനമായി പോകുന്നു. ആമേൻ ദൈവം എന്നോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. ഹല്ലേലൂയ ആമേൻ. ഇപ്പോൾ നീ പ്രവർത്തിക്കരുതെന്ന് പറയുന്നു. ഹല്ലേലൂയ കർത്താവേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആമേൻ എന്ന് ചോദിക്കുന്ന നമ്മുടെ ഓരോരുത്തരും ഹല്ലേലൂയ നമ്മളുടെ ആമേൻ ഹൃദയത്തോട് പറയണം, നമ്മുടെ മനസ്സിനോട് പറയണം, നമ്മുടെ ജീവിതത്തോട് പറയണം. ആമേൻ ഹല്ലേലൂയ ഇല്ല ആമേൻ ഞാൻ ഒറ്റയ്ക്കായത് എനിക്ക് നല്ലതാണ്. ആമേൻ ദൈവം എന്നെ വിശ്വാസം പഠിപ്പിച്ചു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഞാൻ ആമേൻ മിണ്ടാതിരുന്നത് നല്ലതാണ്. ആമേൻ ഹല്ലേലൂയ അനേകരെ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആമേൻ ഹല്ലേലൂയ ആമേൻ നിത്യ മരണത്തിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ മരണം മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന മരണ ചിന്തയിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ ആത്മഹത്യ ചെയ്യണമെന്നുള്ള വിചാരങ്ങളിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ അനേകരെ പുറത്തു കൊണ്ടുവരുവാൻ ആമേൻ എന്നെ വിശ്വാസം പഠിപ്പിച്ചത് ഞാൻ ഒറ്റയ്ക്കായപ്പോഴാണ്. ആമേൻ ഞാൻ തിരസ്കരിക്കപ്പെട്ടപ്പോഴാണ്. ആമേൻ ഞാൻ കൈവിടപ്പെട്ടപ്പോഴാണ്. എന്നെ എല്ലാവരും മാറ്റിവെച്ചപ്പോഴാണ്. ദൈവം എന്നോട് മൗനമായിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ മൗനമായിരുന്നത് കൊണ്ടാണ്. ജീവനാധികനരക സേരമനരകദന അസ്തനാധിക ശേരമനരകദന വൈഡനാധിക സേരമനരകദന. ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ പരിശുദ്ധനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ഓരോരുത്തരെയും ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയ ദൈവമക്കളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ നമ്മൾ ആർക്കാണ് വിശ്വാസം കുറഞ്ഞു പോയത്? ആമേൻ നമ്മൾ ആമേൻ വിശ്വാസത്തിൽ ജനിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണോ? ഇല്ല. ആമേൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ വിശ്വാസത്തിൽ വളരണം. ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല ആമേൻ ഹല്ലേലൂയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ശക്തനാണ്. ഹല്ലേലൂയ അവൻ അടുത്തിരിക്കുന്നവരിൽ കൂടി പ്രവർത്തിക്കാൻ മാത്രമല്ല ആമേൻ കിലോമീറ്ററുകൾക്ക് അപ്പുറം പോയി സംസാരിക്കാൻ കഴിവുള്ളവനാ. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ നമ്മൾ ദൈവനാമ നിമിത്തം എന്തെല്ലാം ത്യജിക്കേണ്ടി വന്നു ആമേൻ ഹല്ലേലൂയ ഇരട്ടി ആമേൻ തിരിച്ചു തരാൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യേശുവിന്റെ നാമം ധരിച്ചതുകൊണ്ട് നമ്മൾ അപമാനിക്കപ്പെട്ടുവോ? ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചുവട് വെച്ചതുകൊണ്ട് ആമേൻ നമ്മൾ അപമാനം സഹിക്കേണ്ടി വന്നു. ആമേൻ ഇരട്ടി മാനം ആമേൻ ഹല്ലേലൂയ നീ
മൗനമായിരുന്നാൽ, ആ സ്ഥാനത്ത് നീ മൗനമായിരുന്നാൽ ദൈവം ആമൻ ഇരട്ടി അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരും, ഇരട്ടി മാനത്തിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, ഹല്ലേലൂയ, അനേകരെ മരണത്തിൽ നിന്ന് പുറത്തെടുക്കുവാൻ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നമ്മളെ വിശ്വാസം പഠിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, നമ്മൾ സേവിക്കുന്ന ദൈവം, ആമേൻ, നമ്മൾ സേവിക്കുന്ന ദൈവം. നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ദൈവം, ഇതെന്തുകൊണ്ട് ഞാൻ നിന്നെ അനുസരിക്കുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ, ആമേൻ, സമയം ചിലവഴിക്കുന്നില്ലേ, എന്നെല്ലാം ചെയ്യുന്നു കർത്താവേ, പക്ഷേ ഇതെന്തുകൊണ്ട്? ഹല്ലേലൂയ, നമ്മുടെ ദൈവം നമ്മുടെ വിശ്വാസം പഠിപ്പിക്കുക, നമ്മളെ വളർത്തുകയാ. ഹല്ലേലൂയ, അവൻ നമ്മളെ വിശ്വാസത്തിൽ വളർത്തുകയാ. എൻ്റെ കർത്താവ് ഹല്ലേലൂയ ആഗ്രഹിക്കുന്നത് എൻ്റെ കുഞ്ഞ് അവൻ വിശ്വാസത്തിൽ അവൻ ജനിച്ചതുപോലെ ഇരിക്കാനല്ല. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു തുടങ്ങി, ആമൻ, ഒരു അപ്പനും അമ്മയ്ക്കും തനിക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ജനിച്ചതുപോലെ ഇരിക്കാൻ ഈ ലോകത്തിലെ ഒരപ്പനും അമ്മയും ആഗ്രഹിക്കത്തില്ല. ആമൻ, ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നാൽ ആ അപ്പനും അമ്മയ്ക്കും ദുഃഖമാണ്, സങ്കടമാണ്. ഹല്ലേലൂയ, ആമൻ. പക്ഷേ ആമൻ, ഹല്ലേലൂയ, ആമൻ, ആ അപ്പൻ്റെ അമ്മയുടെ മനസ്സ് എപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയുമാണ്. ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞിന് 2 വയസ്സാകുമ്പോൾ, 5 വയസ്സാകുമ്പോൾ, 10 വയസ്സാകുമ്പോൾ, 18 വയസ്സാകുമ്പോൾ എൻ്റെ കുഞ്ഞ് വളർന്നു. ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞ് വളർന്നു, ആ പ്രായപൂർത്തിയായി. ഹല്ലേലൂയ, കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയായി. ഹല്ലേലൂയ, അവൻ സ്വന്തം കാലിൽ നിൽക്കാറായി. ഹല്ലേലൂയ, അവൻ എന്നെ നോക്കുന്ന അളവിലായി. ഹല്ലേലൂയ, അവൻ ഇങ്ങനെ അവൻ ആ ജനിപ്പിച്ച അപ്പൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ വരുന്ന സന്തോഷം, അവൻ ഇതുപോലെ തന്നെയാ നമ്മളെ വിശ്വാസത്തിൽ ജനിപ്പിച്ച നമ്മുടെ സ്വർഗീയ പിതാവിന് ആമേൻ നമ്മൾ അങ്ങനെ ഇരിക്കുന്നതല്ല ഇഷ്ടം. ആമേൻ, ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞ് വിശ്വാസത്തിൽ വളരുന്നു. ഹല്ലേലൂയ, ശത്രുവിന്റെ തീയമ്പുകൾ വരുമ്പോൾ വിശ്വാസമെന്ന കേടകം എടുത്ത്, വിശ്വാസമെന്ന പരിചയം എടുത്ത് പൊരുതുവാൻ പഠിച്ചു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമേൻ, ഹല്ലേലൂയ, ഹൃദയത്തിലെ ആഗ്രഹം അതാണ്. ഹല്ലേലൂയ, അവനത് കണ്ട് സന്തോഷിക്കും. ആമേൻ, ഹല്ലേലൂയ, അവനത് കണ്ട് ആമേൻ, ഹല്ലേലൂയ, ആനന്ദിക്കും. ഹല്ലേലൂയ, ഇന്ന് രാത്രി ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ കേടകം ആമേൻ എവിടെയെങ്കിലും നമുക്ക് ഉടഞ്ഞു പോയെങ്കിൽ, വിശ്വാസത്തിന്റെ പരിച എവിടെയെങ്കിലും വളരാൻ കഴിയാതെ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആമേൻ, ഇന്ന് രാത്രികാലം അതിനെ ആമേൻ തിരികെ പ്രാപിക്കാം. ഹല്ലേലൂയ, അതിനെ തിരിച്ചെടുക്കാം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വിശ്വാസം എല്ലാറ്റിനും ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഉപരിയായി വിശ്വാസം എന്ന പരിചയം കൊണ്ട് നിൽപ്പീൻ. സർവായുധ വർഗത്തില് ആമേൻ, ഹല്ലേലൂയ, ദൈവം പറയുന്ന ആമേൻ ഒരു ആയുധം അതാണ്. ഹല്ലേലൂയ, വിശ്വാസം എന്ന പരിച. ശത്രു നമ്മളെ തകർക്കാൻ വരുമ്പോൾ നമ്മൾ എടുത്ത് പിടിക്കേണ്ടിയ ഒന്നാണ് പരിച. ഹല്ലേലൂയ, അത് ആമേൻ, ഹല്ലേലൂയ, വിശ്വാസം എന്ന ദൈവം പഠിപ്പിക്കുന്നത്. ആമേൻ, പലപ്പോഴും പിശാച് നമ്മുടെ വിശ്വാസത്തെയാ തകർക്കുന്നത്. ആമേൻ, നമ്മൾ വിശ്വാസത്തെ മുന്നോട്ട് പോകാതെ അവൻ നമ്മുടെ പ്രധാന ഭാഗത്തെ പിടിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ വളർച്ചയുടെ അവൻ പ്രധാന ഭാഗം അവൻ കവർന്നെടുക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഇന്ന് ശത്രുവിന് വേറെ ആമേൻ സർവ്വ ആയുധവും എടുത്ത് നിൽക്കാൻ കഴിയാതെ, ആമേൻ, ഹല്ലേലൂയ, അവനെ കീഴടക്കാൻ കഴിയാതെ ആമേൻ വിശ്വാസം എന്ന പ്രധാന ആയുധം ഉടഞ്ഞു പോകുന്നു. ആമേൻ, ഇന്ന് രാത്രി ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഈ വീട്ടിനകത്ത് ആമേൻ, ഹല്ലേലൂയ, ഈ ദേശത്തിന്റെ നടുവില് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ ആമേൻ കൂട്ടത്തില് ആമേൻ എവിടെയെല്ലാം ഈ ഒരു അവസ്ഥയിൽ ആമേൻ തകർച്ചയിലിരിക്കുന്നു, അവിടെയെല്ലാം ദൈവാത്മാവ് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, അവിടെയെല്ലാം ഈ വചനം ക്രിയ നടത്തട്ടെ. ഹല്ലേലൂയ, ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ കരം ഇറങ്ങട്ടെ, ദൈവത്തിന്റെ കരം ഇറങ്ങട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ കരം ഇറങ്ങട്ടെ ഇന്ന് രാത്രി. ഹല്ലേലൂയ, എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ, എല്ലാവർക്കും ആമേൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഞങ്ങൾ എല്ലാവരും ഹല്ലേലൂയ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, എല്ലാവർക്കും നമുക്ക് ആമേൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ദൈവത്തോട് നമുക്ക്